എങ്ങോട്ടാ യാത്ര? നേരം വെളുക്കണതിന് മുമ്പ് വീട്ടിലേക്കാ? അല്ല, ഞാൻ വേറൊരു വഴിക്കാ. വേറൊരു വഴിക്കെന്ന് വെച്ചാ? 7 താഴിട്ട് പൂട്ടിയ മനസ്സാ തന്റെ. ആരെ കൊണ്ടൊക്കോ അതൊന്ന് തുറന്നു നോക്കാൻ. എല്ലാം വന്നിട്ട് വിശദമായി പറയാം. തിരിച്ചു വരാൻ അല്പം വൈകും. ആർക്കറിയാം എവിടെ പോകുന്നു, എവിടുന്ന് വരുന്നു? ഇഷ്ടമുള്ളപ്പോൾ പോകാനും വരാനും ഇതെന്താ വഴിയമ്പല മറ്റാണോ? കുറച്ച് അടക്കം ഒതുക്കുണ്ടായില്ല, എന്താ കുഴപ്പം? കോളേജിൽ പഠിപ്പിക്കുന്ന സാറത്തികളാ. ഇവരെ കണ്ടില്ലേ പിള്ളേർ പഠിക്കുന്നത്? ഇനിയും നിന്നോർമതൻ ഇളവയിലിൽ. ഇവിടെ എവിടെയെങ്കിലും പൂ കിട്ടുമോ? ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അതിന്റെ മുമ്പിൽ കാണും. പൂക്കളുമാ ഇനിയും നിന്നോർമതൻ ഇളവയിലിൽ വിരിയും. കുറച്ച് പൂ വേണം. മാലയല്ലേ? മാലയില്ല, പൂവ്. ഒരു കുമ്പിൾ നിറയെ. എത്ര രൂപ? 40. പൊൻപറ കൊണ്ടു നീ സ്നേഹമളന്നു കണ്ണുനീരിറ്റിച്ചതേറ്റുവാങ്ങി. പൊൻപറ കൊണ്ടു നീ സ്നേഹമളന്നു ഇനി എങ്ങോട്ടാ? ശ്മശാനത്തിലേക്ക്. ധന്യയായി തീർന്നൊര കന്യ ഇന്നും കാതോർത്തു കാത്തിരിപ്പൂ. ഈ കല്ലറ തന്നഗാധതയിൽ ഒരു ഹൃത്തിൻ തുടിപ്പുകളുണ്ടോ? ഇനിയും നിന്നോർമതൻ വിരിയും മിഴിനീർ പൂക്കളുമാ.
മൃത്യുവിൻ കൊത്തേറ്റു നൂറായി നുറുങ്ങും ഹൃത്തടം വീണ്ടും ഉയിർക്കുമെന്നോ. മൃത്യുവിൻ കൊത്തേറ്റു നൂറായി നുറുങ്ങും ഹൃത്തടം വീണ്ടും ഉയിർക്കുമെന്നോ. ശത്രുവിൻ വെട്ടേറ്റു വീണവർതൻ ചുടുരക്തത്തിൽ പൂക്കൾ വിടരും. ഇനിയും നിന്നോർമതൻ ഇളവെയിലിൽ വിരിയും മിഴിനീർ പൂക്കളുമാ നിന്നന്ത്യനിദ്രാകുടീരം കുമ്പിട്ടു നിൽപ്പവളാരോ ഒരു സങ്കീർത്തനം പോലെ, ഒരു ദുഃഖ സങ്കീർത്തനം പോലെ. ഇനിയും നിന്നോർമതൻ ഇളവെയിലിൽ വിരിയും മിഴിനീർ പൂക്കളുമാ. ആരാ? നാറാവിള്ളച്ചേട്ടൻ പറഞ്ഞിട്ട് വരിക. അപ്പുറത്തെ വീട് വാടകയ്ക്ക്. എന്താ തൻ്റെ പേര്? ബാഹുലയൻ. എവിടെയാ ജോലി? ഇവിടെ താലൂക്ക് ഓഫീസിൽ ക്ലർക്കാ. ഇനി അത് ആർക്കും വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ചിരുന്നതാ. അപ്പോഴാ നാറാപിള്ള ചേട്ടൻ. വേറെ ആരോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ഉണ്ട്, കോളേജ് ലെക്ചറാ. വൈകുന്നേരം വരും. ഇനി അതിൻ്റെ വാടക കിട്ടിയിട്ട് വേണ്ട ഇവിടെ കഴിയാൻ. ഉവ്വ്, നാറാവിള്ളച്ചേട്ടൻ പറഞ്ഞു. പക്ഷേ 1-ാം തീയതി സന്ധ്യ ഇരുട്ടുന്നതിന് മുമ്പ് കച്ചീട്ട് പ്രകാരമുള്ള വാടക കിട്ടണം കേട്ടോ. നന്നായി ഫർണിഷ് ചെയ്തിരിക്കുന്ന വീടാ, അടുക്കള സൗകര്യം എല്ലാം ഉണ്ട്. അതൊക്കെ കൂടെ ചേർത്താണ് ഈ വാടക. മനസ്സിലായോ? വീടിന് കേടുപാട് വരുത്തരുത്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. യാതൊരു കാരണവശാലും സ്ത്രീകളെ അവിടെ കണ്ടുപോകരുത്. എന്ന് വെച്ചാ വീട്ടുജോലിക്ക് പോലും ഒരു സ്ത്രീയെ നിർത്താൻ അനുവാദമില്ലാന്നർത്ഥം. മനസ്സിലായോ? പിന്നെ വീടിന് കരം കൂടുന്നതിനനുസരിച്ച് വാടക കൂട്ടിത്തരേണ്ടി വരും. അപ്പ കണകണ വർത്താനം പറയരുത്. ഇല്ല. ഇതൊക്കെയാണെങ്കിലും എപ്പോൾ വീട് ഒഴിയണമെന്ന് പറയുന്നോ അപ്പോഴങ്ങ് ഒഴിഞ്ഞേക്കണം. പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇനിയും പറഞ്ഞില്ല. അതായത് ഇവിടെ കിടന്ന് വിക്രാസ് കാണിക്കരുത്. ഇടിച്ച് ശരീരത്തിന്റെ ക്ഷേത്രഗണിതം തെറ്റിച്ചളയും ഞാൻ. അമ്മുക്കുട്ടി, താക്കോലിഞ്ഞെടുക്ക. ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ തന്റെ മുഖത്ത്. അയ്യോ, എന്തായി പറയുന്നത്? ഞാനൊരു സത്യവാൻ നായരുടെ മൂത്ത മോനാ. ഇതൊരു മുറി. ഇതൊന്ന്. പിന്നെ അവിടെ ഒരു മുറി, ഡൈനിങ് ഹാൾ, കിച്ചൺ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ.
എന്നെ കുറിച്ച് അറിയാമോ? അറിയാം. എന്തോന്നറിയാം? അല്ല പിന്നെ ഇവിടെ ചിലരൊക്കെ പറഞ്ഞു. എന്തു പറഞ്ഞു? അല്ല സൂക്ഷിച്ചും കണ്ടുമൊക്കെ ജീവിച്ചോളണം. എന്നാ നല്ലത്. തന്റെ പേരെന്താ പറഞ്ഞത്? ബാഹുലേ. ഇനി വരാനുള്ള ആളിനോടും പറഞ്ഞേക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. ഇല്ല. ഭക്ഷണമൊക്കെ എങ്ങനെ? അത് പിന്നെ കൂട്ടുകാരനും കൂടി വന്നിട്ട് തൽക്കാലം ഹോട്ടലിൽ നിന്നെങ്ങാനും. വെൽ ഫർണിഷ്ഡ് ഹൗസ്. വാടകയ്ക്ക് വീട് ചോദിച്ചു വരുമ്പോ പറയും 1 or 2 പേരേ ഉള്ളൂന്ന്. പിന്നെ ഓരോരുത്തർ വന്നങ്ങ് കൂടും. ഒടുവിൽ വീട് മുഴുവൻ നാശാക്കും. പിന്നെ അത് നന്നാക്കിയെടുക്കാൻ പെടുന്നൊരു പാട്. ഇപ്പൊ വന്ന ആളില്ലേ, ആളെ കണ്ടാലറിയ ഒരു തരികിടയാന്ന്. പോടി ഇവിടുന്ന്. ഏതോ സിനിമയെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്നിനെ. സത്യത്തിൽ എനിക്ക് ചിരിയാ വന്നത്. ഓ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കാൻ നിനക്കൊരു വെച്ചിട്ട് കൂടുതലാ. പിന്നെ ഓ, അടുത്ത ചങ്ങാതി. അതെന്തൊരു കോലാണാവോ. ഇതാണ് രാജീവ് സാറിന്റെ മുറി. പെട്ടിയൊക്കെ വെച്ച് പാർപ്പുറപ്പിക്കാൻ വരട്ടെ, ചില വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥകളോ? നമ്പർ 1, അങ്ങേ വീട്ടിലേക്ക് നോക്കരുത്. അതാണ് ഓണറുടെ വീട്. അവിടെ 2 പെൺകുട്ടികളുള്ളതാണ്. അതിനെന്താ? എന്റെ പൊന്നു ചങ്ങാതി, അതുങ്ങളുടെ അച്ഛൻ പോലീസാ, ഇൻസ്പെക്ടർ. കേട്ടിട്ടുണ്ടോ? കാർക്കോടകൻ ശിവശങ്കരൻ നായർ. തൊട്ടാവേഷം കയറും. അപ്പൊ പിന്നെ കടിച്ചാലത്തെ കഥ പറയണോ? തീർന്നില്ല, ഇനിയുണ്ട് വ്യവസ്ഥകൾ. വീടും പരിസരവും ചീത്തയാക്കരുത്. ചുമരിന്മേൽ ആണിയടിക്കരുത്. വേറെ എങ്ങും കിട്ടിയില്ലേ വാടകയ്ക്കൊരു വീട്? ഇതെന്താ കന്യാതീരത്തെ പളുങ്കുകൊട്ടാരോ? സാറിന് ഇനിയും മനസ്സിലാകാത്ത ഒരു സംഗതിയുണ്ട്. എന്താ? അവിവാഹിതരായ പുരുഷന്മാർക്ക് വീട് കിട്ടുക എളുപ്പമല്ല. ഇത് തന്നെ ഒരു കേട്ട് കാരണവരുടെ ശിപാർശ കൊണ്ട് കിട്ടിയതാ. അവിടെ നിന്നേ. ഒരു അഭയാർത്ഥിയായിട്ട് കഴിഞ്ഞുകൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എനിക്ക് എന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് പ്രധാനം. നമുക്ക് വേറൊരു വീട് നോക്കിയാലോ? പിടയ്ക്കാതെ, എന്തിനും ഒരു സാവകാശം വേണ്ടേ? എന്നെയാണോ? തന്നെ ഇങ്ങോട്ട് വാ. തനിക്കിന്ന് ഓഫീസില്ലേ? ഉണ്ട്. പിന്നെ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? അത് പിന്നെ ബസ് കാത്ത്. തന്റെ സ്നേഹിതനുണ്ടല്ലോ ആ കാളയിലെ വാദ്യാര്, അയാളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം. എന്താ? പോവാ. മേളിലേക്ക് വാ, ഞാൻ ഇവിടെയാ. കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയി. എന്ന് വെച്ചാ ഡ്യൂട്ടി കഴിയണ്ടേ? ഒരു തരത്തിൽ ഒപ്പിച്ചെടുത്തുണ്ടാക്കിയതാ. കാത്തിരുന്നൊരു അവസരം കിട്ടുമ്പോ ഓരോ മുടന്ത ന്യായങ്ങള്. എന്താ കുടിക്കാൻ? ചായ? ഇപ്പൊ ഒന്നും വേണ്ട.
എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? കാണാൻ കൊതിയായിട്ട്. ഇന്ന് ഭംഗിയായിട്ടുണ്ട്. ഹലോ, ആ ഗോമതി, ഗോമതി തന്നെയാ. എവിടുന്നാ? നമ്മുടെ നേതാവാ, പുരുഷോത്തമക്കുറുപ്പ്. ഇങ്ങോട്ടെങ്ങാനും വരുമോ അയാള്? നൂലാമാലകളൊന്നും എനിക്കറിയണ്ട. സെലക്ഷൻ ബോർഡിന്റെ ചെയർമാനെ കണ്ട് എന്റെ കാര്യം ശരിയാക്കണം. അല്ലെങ്കിൽ മന്ത്രിയെ കൊണ്ട്. ഓ പിന്നെ ചട്ടപ്പടിയല്ലേ ഇവിടെ എല്ലാം നടക്കുന്നത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനൊരു ചെറിയ ഉപകാരം ചെയ്യാൻ വയ്യെങ്കിൽ പിന്നെ എന്തോന്ന് നേതാവ്? ആ, അങ്ങനെ നല്ല വഴിക്ക് വാ. ഓക്കെ, യെസ്, ഓക്കെ. എന്റെ ഒരു ആവശ്യം പറഞ്ഞപ്പോ നേതാവ് കിടന്ന് ഉരുണ്ട് കളിക്കുക. വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടാവും. എനിക്കറിഞ്ഞൂടെ പുരുഷോത്തമക്കുറുപ്പിനെ. ഭൂമിക്ക് ബ്രഹ്മ വയ്ക്കാൻ മടിക്കുവോ അയാള്? പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോ കൈലാസത്തിൽ പോവാൻ വ്രതം നോക്കണ നീർക്കോലി. മറക്കാൻ പാടില്ലല്ലോ, എന്നെ കുറെ സഹായിച്ചിട്ടുള്ളതാ. എനിക്കറിയാം. ഇവിടെ വച്ചല്ലേ ഞാൻ അയാളെ ആദ്യം കണ്ടത്. ഓർമ്മയില്ലേ ആ രാത്രി കല്ലെറിയാൻ നിന്ന ആൾക്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ അയാളെ രക്ഷിച്ചത്? എന്താ ചേച്ചി? എന്താ ചേച്ചി? ചേച്ചിയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല. അത് വെറുതെ. ചേച്ചി എന്തിനാ എന്നെ വിളിക്കണേ? എനിക്ക് ഉറപ്പാ എന്തോ സങ്കടമുണ്ട് ചേച്ചിക്ക്. ചേച്ചി പറയാത്തതാ. നമ്മുടെ വീട്ടിലെ കാര്യോർത്ത പുറമേ നിന്ന് നോക്കുന്നവരുടെ കണ്ണില് എന്താ ഒരു കുറവ്? എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞൊരു വീട്. പക്ഷെ ഇവിടെ ആർക്കാരോടാ സ്നേഹമുള്ളത്? ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ജീവിക്കുന്നെന്ന് ഭാവിക്കുന്ന അച്ഛന് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളിൽ കവിഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? സങ്കടം മുഴുവൻ ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറമേ ഒന്നുമില്ലെന്ന് ഭാവിക്കുന്ന അമ്മ അമ്മയുടെ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടോ? എല്ലാവരും ഓരോ മറയുണ്ടാക്കി ആ മറയ്ക്കകത്ത് നീ വിഷമിക്കണ്ട. ചിലപ്പോ ഇതൊക്കെ എൻ്റെ വെറും തോന്നൽ മാത്രമായിരിക്കും. പട്ട് പുള്ളി. അങ്ങേ വീട്ടിലേക്ക് നോക്കരുത്, അവിടെ 2 പെൺകുട്ടികളുണ്ട്, അവിടെ അച്ഛൻ കാർക്കോടകം കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് ചെയ്യാ സഹോദര, ഞാനൊരു സൗന്ദര്യ ആരാധകനെ ജനിച്ചത് എന്റെ കുറ്റമാണോ? ചായ ഉണ്ടാക്കി ഇല്ല. ബാഹ്ലൈന് ചായ ഉണ്ടാക്കാൻ അറിയോ? പിന്നെ എനിക്കതല്ലായിരുന്നോ പണി? ഇതേതായാലും പറ്റില്ല. എത്ര കാലം എന്ന് വെച്ചാൽ ഹോട്ടലിൽ നിന്ന് പഠിച്ചു കഴിയുക. നമുക്ക് വീട്ടു ജോലിക്ക് ഒരാളെ ഏർപ്പാടാക്കിയാലോ? കൊള്ളാം, നല്ല കാര്യം. പക്ഷേ പുരുഷൻ തന്നെ വേണം. സ്ത്രീലിംഗത്തിലൂടെ പ്രവേശനമില്ല, അറിയാമല്ലോ. പാമ്പറയാളോട്. പിന്നെ കാർക്കോടകനാശാൻ അന്വേഷിച്ചു. എന്നെ? എന്തിന്? അത് ഞാൻ ചോദിച്ചില്ല, ചുമ്മാ പരിചയപ്പെടാനായിരിക്കും. ഞാനെന്തിനാ അയാളെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുന്നത്? അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. അതെ, എന്നാലും എന്തോ നിന്നാലും ചൂടാകാതെ. തൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന 2 മാന്യന്മാരെ കാണാനും പരിചയപ്പെടാനും ഒരു ഹൗസ് ഓണർക്ക് ന്യായമായ അവകാശമില്ലേ? അങ്ങോട്ട് ചെന്നെന്ന് വെച്ച് നമുക്കെന്താ നഷ്ടം? എനിക്കത് ഇഷ്ടമല്ല. അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കാണാൻ ഞാനെന്താ അയാളുടെ സാമന്തനോ? അത് പോട്ടെ. അടുക്കള അടുപ്പമുള്ള സ്ഥിതിക്ക് നമുക്കൊരു ചായ ഉണ്ടാക്കി നോക്കാം. എളിയ തോതിലൊരു പരീക്ഷണം. എന്താ? വാന്ന് നമസ്കാരം. ഇയാളോ? എന്താ ഇയാളുടെ പേര്? രാജീവ്. എത്ര നാളായി കോളേജില്?
3-4 കൊല്ലമായി. ആ എങ്ങനെ ശുപാർശ കൊണ്ടോ കൈക്കൂലി കൊടുത്തോ കേറിയത്? ഇയാൾ വിഷമിക്കണ്ട, ഇക്കാലത്ത് അതില്ലാതെ വല്ലതും നടക്കുവോ? ലേലം വിളിയല്ലേ, ശുദ്ധ കച്ചവടം. ഇവിടെ എൻ്റെ മോള് MA ഫസ്റ്റ് റാങ്കാ. എന്നിട്ടെന്താ, ഉദ്യോഗം കിട്ടണമെങ്കിൽ കാശിറക്കണം. ഇതൊക്കെ ആർക്കാടോ അറിയാത്തേ? ആ എവിടെയാ ഇയാളുടെ വീട്? വൈക്കത്താ. ഞാനവിടെ ഇരുന്നിട്ടുള്ളതാ. അവിടെ ഏകദേശമൊക്കെ എനിക്കറിയാം. അവിടെ എവിടെയാ? വടക്കേനടയിൽ, അവിടെ മാളിയേക്കൽ എന്ന് പറയും. മാളിയേക്കല്? അവിടെ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന കരുണാകരൻ നായരെ അറിയോ? അറിയും, എൻ്റെ അച്ഛനാ. ഓഹോ, അത് ശരി. അച്ഛനിപ്പോൾ എന്ത് ചെയ്യുന്നു? ആരോഗ്യമൊക്കെ എങ്ങനെ? ആരോഗ്യത്തിനൊന്നും കുഴപ്പമില്ല. ചിട്ടയായ ജീവിതമാണല്ലോ അച്ഛൻ്റേത്. പിന്നിപ്പോൾ കുറച്ച് സമുദായ പ്രവർത്തനമൊക്കെ ഉണ്ട്. വെറുതെ ഇരിക്കുന്ന ടൈപ്പ് അല്ല, അതെനിക്കറിയാം. ഞങ്ങൾ അന്ന് നല്ല പരിചയക്കാരായിരുന്നു. ഇപ്പോൾ ഓർമ്മയുണ്ടാവോ എന്തോ? അമ്മക്കുട്ടിയെ, ആ ഇരിക്ക് രാജീവേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അതെന്തോന്ന് നിപ്പ്, ഇരിക്കുന്നേ. ഏതായാലും കാണണമെന്ന് പറയാൻ തോന്നിയത് ഭാഗ്യം. അമ്മക്കുട്ടി, ഇതാരാണെന്ന് അറിയോ? പിന്നെ അറിയാതെ, അപ്പുറത്തെ ബാഹുലേന്റെ കൂട്ടുകാരൻ. കളഞ്ഞു. എടി, ഇതെന്റെ പരിചയക്കാരന്റെ മകൻ, വൈക്കത്ത് ഡെപ്യൂട്ടി കളക്ടറായിരുന്ന കരുണാകരൻ നായരുടെ മകൻ. ആഹാ. എന്റെ മോള ഉമ. ഞാൻ പറഞ്ഞില്ലേ, ഉദ്യോഗം കിട്ടാത്തതിന്റെ സങ്കടത്തിലാ. ആഹാ, ഇത് കുറച്ചുണ്ടല്ലോ. ഇന്നങ്ങനെ നനച്ച് തീരുവോ? ഒരു ദിവസം ആകട്ടെ എന്ന് കരുതി എവിടെയെങ്കിലും കൂട്ടിയിടും. പിന്നെ നോക്കുമ്പോൾ കൊട്ടയിലും കൊള്ളില്ല. അത് പോട്ടെ, കാർക്കോടനെ കണ്ടോ? കണ്ടു. എന്നിട്ട് പപ്പും കൂടെ പറിച്ചോ? ഇല്ല, വളരെ സ്നേഹമായിട്ട് ചെറിയ തോതിലൊന്ന് സൽക്കരിക്കുകയും ചെയ്തു. അത് കള്ള. എന്നാ വേണ്ട. ആ പെൺപിള്ളേരുണ്ടായിരുന്നു അവിടെ? പിന്നില്ലാതെ. അത് ഞാൻ ചെന്നാലും അങ്ങനെ എന്തെങ്കിലും തന്ന് സന്തോഷിപ്പിക്കാതെ വിടില്ല. യാത്ര പറയുമ്പോൾ വീണ്ടും ചെല്ലണേ നിർബന്ധിക്കുകയും ചെയ്തു. അതേതായാലും വേണ്ട. കൂടെ കൂടെ ചെല്ലുമ്പോൾ സംശയം തോന്നിയാലോ. കാർക്കോടകൻ ആള് ദശക. നമ്മളായിട്ട് നമ്മുടെ വില കളയരുത്. ആ സാർ, സാർ. ആരാ? മനസ്സിലായില്ല. ഞാൻ അപ്പക്കുട്ടൻ. എന്താ ഇവിടെ കിടന്ന് തിരിയണേ? എന്ന് ചോദിച്ചാൽ തിരിയാതെ എന്ത് ചെയ്യും? ആരെങ്കിലും കാണണ്ടേ ഇവിടെ? വേറെ വാതിലൊക്കെ തുറന്നിട്ട് ഞങ്ങപ്പുറത്ത് പോയിരുന്ന വേറെ കളിനും വന്ന് കയറിയാലോ? കാലം അങ്ങനത്തെയാ. താൻ ആരാ? എന്താ ഇവിടെ കാര്യം? അതീതുവരെ മനസ്സിലായില്ലേ? ഞാൻ അപ്പക്കുട്ടൻ. ഇവിടെ അടുക്കളയിലേക്ക് ഒരാൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മളാരാ? അത് പിന്നെ പറയാം, പോരെ? മതി, എനിക്ക് ധൃതിയില്ല. ഇവിടെ വേറെ ആരുമില്ലേ? ബാഹുലയാ, ദേ ഒരാള് വേണേ വന്നൊന്ന് കണ്ടോ? സാറൊരു തമാശക്കാരനാണെന്ന് തോന്നുന്നു. അല്ല, ഇതാരാ? അടുക്കള ജോലിക്ക് ജോയിൻ ചെയ്യാൻ വന്നതാ. ആഹാ, എന്താ എന്റെ പേര്? ഞാൻ അപ്പക്കുട്ടൻ. എവിടാ വീട്? ഇവിടെ കുറച്ച് ദൂരെയാ, വടക്കായിട്ട് വരും. ആഹാ, വെക്കാനും വിളമ്പാനും ഒക്കെ അറിയോ? അത് സാറിന് പരീക്ഷിച്ചു നോക്കണം. ഇതിനു മുമ്പ് താൻ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഉണ്ട്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. അതെന്താ? വോട്ട് കിട്ടിയില്ല. ഓ, ഇത് ശരിയാവൂല. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. 2 ചായ ഇട്ടുണ്ടോ? നോക്കട്ടെ. അത് നോക്കാനൊന്നുമില്ല, കലക്കും. പിന്നെ നീ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം കലക്ക് ചെത്ത് അടിപൊളി എന്നൊന്നും പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ ആ നിമിഷം പുറത്താ. ആബോ, കാഫലം കുറവാ. ഓ, പുളുവന്നാറാവിളയുടെ എഴുന്നള്ളത്ത്. പൊടി അവിടുന്ന്. പ്രായമുള്ള ഒരാളല്ലേ, അതിന്റെ ബഹുമാനങ്ങളും വേണ്ടേ? പിന്നെ ഇരുന്നോ. ശിവശങ്കർ ഇല്ലേ ഇവിടെ? ഇല്ല.
അവധി ദിവസം നോക്കി വന്നാലും അവനെ കാണൂലെന്ന് വന്നാലോ? എവിടെയാ പോണേ അവൻ? ആർക്കറിയാം? നിന്നെ കൊണ്ട് കൊള്ളൂലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ വരച്ച വരേ നിന്നേനെ അവൻ. നീ കേട്ടിട്ടുണ്ടോ ജഡ്ജി വേലുപ്പിള്ള എന്ന്? ആദ്യം കോടതി കയറിയാ പിന്നെ കോടതി വളപ്പിലെ കാറ്റനങ്ങുകയില്ല, അത്ര പ്രതാപം. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പം ഭാര്യ മീനാക്ഷിയുടെ മുമ്പിൽ പഞ്ചപാപം. അങ്ങനെ ആ ചുണയുള്ള പെണ്ണുങ്ങള്. എന്റെ തലയിലെഴുത്ത്. ഞാനും കേൾക്കണുണ്ട് ചിലരൊക്കെ അവനെ കുറിച്ച്. ആണുങ്ങളാകുമ്പോ അല്ലറ ചില്ലറ ചുറ്റിക്കളിയൊക്കെ ഉണ്ടായെന്ന് വരും, പക്ഷെ ഇതും മണി കൂടുതലാ. മക്കളെ കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക്. ഛേ കള, നീ അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ നന്നായിട്ടൊന്ന് ഉപദേശിക്കാം അവനെ. ഇഷ്ടക്കേടായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അതിന്റെ വിഷമാവില്ലേ കുടുംബത്ത്. അതുകൊണ്ട് ഞാനങ്ങ് സഹിക്കും. ചേച്ചേ കളയെന്നേ. പിള്ളേരെവിടെ? എനിക്കൊരു ചായ കുടിക്കാഞ്ഞിട്ട്. സമയാസമയങ്ങളിൽ ചായ കുടിച്ചില്ലെങ്കിൽ ഇതാ. അമ്മ എന്തിനാ ഈ പുരാണം പറയാൻ നിൽക്കുന്നേ? ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞാ പോരെ? അയാൾ ഈ നുണയും കുന്നായ്മയും പറഞ്ഞു നടക്കണത് നക്കി തിന്നാന്. വന്നോളൂ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനൊന്നും പറയരുത്. ഇമ്മണി പാവമാണെന്നോർത്ത് എത്ര പറഞ്ഞാൽ ഈ അമ്മ കേൾക്കില്ല. അയാളെ കാണുന്നതേ ഇഷ്ടമല്ല അച്ഛന്. അതൊന്നും പറയാതിരിക്കുക നല്ലത്. അച്ഛന്റെ ഇഷ്ടോ ഇഷ്ടക്കേടോ ഒക്കെ ആർക്കാ അറിയാത്തത്? അതിന്റെ മോന് ചാകാൻ കണ്ട സമയം. എന്താ എന്താ? കൊറേ നാളായിട്ട് ഞാൻ തപ്പുന്നത് അവനെ. എന്നിട്ട് നീ കാര്യം എന്താണെന്ന് പറ ശിവ. അവൻ ചത്തപ്പ എനിക്ക് പോയതെന്തെന്ന് അറിയോ? ഒരു മെഡലാ. നിനക്കെപ്പോഴും ഈ പ്രമോഷന്റെ മെഡലിന്റെ കാര്യം പറയാനുള്ളൂ. പിന്നല്ലാതെ ഇനി 2 വർഷമേ ഉള്ളൂ പെൻഷന്. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ എനിക്ക്? പിടികിട്ടാ പുള്ളിയെന്ന് എല്ലാരും എഴുതി തള്ളിയതാ ഒരുത്തനെ. അത് കള. എനിക്ക് പറയാനുള്ളൂ പറയട്ടെ. അമ്മുക്കുട്ടിക്ക് വളരെ സങ്കടമുണ്ട്. ഉമ്മയ്ക്ക് ഇതുവരെ ഒരു ആലോചനയും വരാത്തതുകൊണ്ട്. അതൊക്കെ എനിക്കറിയാം. വെറുതെ ആവശ്യമില്ലാതെ അതും ഇതും പറഞ്ഞോണ്ട് നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലേ എന്ന് ചോദിച്ചാ വെടി. ഉമേ, ക്ഷേത്രത്തിൽ പോയല്ലേ? അല്ലാതെ എവിടെ പോവാനാ? വീട്ടിലിരുന്ന് മടുക്കുമ്പോ ഒരു സമാധാനം മനസ്സിന്. എങ്ങോട്ടാ? ലൈബ്രറി പോകാൻ ഇറങ്ങിയതാ. എന്താ പുസ്തകം? ഇത് ഹെസയുടെ നാർസിസ് ആൻഡ് ഗോഡ്മണ്ട്. ഇത് എക്കണോമിക്സാ. എനിക്ക് വലിയ വായനയൊന്നുമില്ല, പിന്നെ വെറുതെ ഒരു നേരം പോക്കിന്. ഞാൻ ഹെസയുടെ സിദ്ധാർത്ഥ വായിച്ചിട്ടുണ്ട്, കുറെ മുമ്പാ. ഒക്കെ മറന്നു. അതിൽ നദിയോട് ചെവി ചേർത്ത് പിടിച്ച് നദിയുടെ മൗനങ്ങൾ കേൾക്കുന്നത് ആരാ? ഗോവിന്ദയോ സിദ്ധാർത്ഥയോ? വായിക്കുന്ന ശീലമുണ്ടല്ലേ? അല്ലാതെ എന്നെപ്പോലെ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്നവർക്ക് നേരം കൊല്ലാൻ എന്താ വഴി? പക്ഷേ ഇത് ഞാൻ വായിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് ആരും എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്, കുറെ മുമ്പാ. എനിക്കങ്ങനെ നിഷ്ഠയായ വായനയൊന്നുമില്ല. ആണ്ടി 4 or 5 പുസ്തകം, അത് തന്നെ ധാരാളം. ആട്ടെ, ഉമ്മയ്ക്കെന്താ ഇഷ്ടം? കഥയോ നോവലോ? എനിക്കിഷ്ടം കവിതയാണ്. വായിച്ചിട്ട് തന്നാ മതി. സാറേ, ആരാ അത്? കുളിക്കാനും സമ്മതിക്കില്ലേ? സാറേ, നമ്മുടെ രാജീവൻ സാർ അടുത്ത വീട്ടിലെ പെങ്കുച്ചുമായി ഒന്ന് സൊല്ലു. നിങ്ങൾ നിങ്ങളുടെ വില കളയാൻ തന്നെയാണോ നിശ്ചയിച്ചിരിക്കുന്നത്? മനസ്സിലായില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയോട് ആവശ്യമില്ല കൊഞ്ചാൻ നിൽക്കുന്നത്? അതൊന്നും അവർക്ക് ഇഷ്ടമില്ല, നേരത്തെ പറഞ്ഞതല്ലേ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നിങ്ങൾക്ക്?
എന്ത് വല പറിക്കണ കാര്യമാണ് നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുള്ളത്? നിങ്ങളെ കാണാൻ ഞാൻ ആർക്കാ അവിടെ ഇരിക്കെ പോറതില്ലാത്തത്? എനിക്കതങ്ങോട്ട് കണ്ടിട്ട് നിങ്ങൾക്കറിയാം, അവിവാഹിതരായ ചെറുപ്പക്കാർക്ക് വീട് കൊടുക്കില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. എന്താ അതിന്റെ ആന്തരാർത്ഥം? നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? ഒരു അധ്യാപകനല്ലേ നിങ്ങൾ? ഒന്ന് നിർത്താ സാറേ. ഞാൻ എവിടെയെങ്കിലും പോകുന്നതോ പോകാതിരിക്കുന്നതോ എന്റെ ഇഷ്ടം. അതിൽ നിങ്ങൾ ഇടപെടണ്ട. നിങ്ങളുടെ കൽപ്പന കേട്ട് ജീവിക്കാൻ നിങ്ങൾ എന്റെ ആരാ? യജമാനോ? കൂടുതൽ ഭരിക്കാൻ വരല്ലേ? രാജീവേ, രാജീവേ, എൻ്റെ ഗ്രഹനില മോശമാണെന്ന് ജ്യോത്സ്യം പറഞ്ഞു. കണ്ടക ശരി, ഒന്നും ശരിയാകത്തില്ല. നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് ചീത്തയായേ തോന്നൂ. ഞാൻ പറഞ്ഞത് രാജീവിന് ഇഷ്ടപ്പെട്ടില്ല, ക്ഷമ ചോദിക്കുന്നു. മറന്നു കള ചങ്ങാതി. നിങ്ങൾക്കൊന്നും വിശപ്പില്ലല്ലോ, എപ്പോഴെങ്കിലും കഴിച്ചാൽ മതി. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, സമയത്ത് ഭക്ഷണം കഴിക്കണം. കവിതയോടാണ് ഇഷ്ടമെന്നല്ലേ പറഞ്ഞത്? ഇതാ ഇതൊന്ന് വായിച്ചു നോക്കൂ. കവി എൻ്റെ ഒരു സുഹൃത്താണ്, പവിത്രൻ. അത്ര പ്രശസ്തനൊന്നുമല്ല. എനിക്കും കവിതയ്ക്കും ഇടയിൽ കുറേ ദൂരമുണ്ട്. എൻ്റെ വാസന എക്കണോമിക്സിലാണ്. കവിയായിട്ടാണ് അവൻ്റെ ജന്മം. എന്നുവെച്ചാൽ ദൈവം അവനെ സൃഷ്ടിച്ചതങ്ങനെയാണ്. പക്ഷേ അവൻ വഴിമാറിപ്പോയി, രാഷ്ട്രീയക്കാരനായി. എൻ്റെ നോട്ടത്തിൽ ഒരു ദുരന്തം. നമ്മുടെ കവിതയ്ക്ക് സംഭവിച്ചൊരു നഷ്ടം. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഉമേ പോട്ടെ. ഏകാകിയാം നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും 7 സ്വരങ്ങൾ ചിറക് നൽകി. സ്നേഹക്ഷതങ്ങളാൽ നോവും മനസ്സിൽ ചേക്കേറുവാൻ പാറിപ്പറന്നുപോയി, പാടിപ്പാടി പറന്നുപോയി. പോയി വരൂ വേനലേ എന്നു ചൊല്ലി പൂവാക തൂവാല വീശി. വേനലിൽ പൂക്കുന്ന ചില്ലകളിൽ താണിരുന്നാടും കിളികൾ പാടി. മന്നണയാത്ത വസന്തം കന്നിമണ്ണിൻ്റെ പാഴ്ക്കിനാവല്ലേ. കാറ്റിൻ്റെ കയ്യിൽ പ്രസാദമായി കാണാത്ത പൂവിൻ സുഗന്ധം. പാധേയമായൊരു പാട്ട് തരൂ, പാതിരാപ്പുള്ളുകൾ കേണു ചൊല്ലി. സുന്ദര വാഗ്ദത്ത തീരം നമ്മൾ കാണുന്ന പാഴ്ക്കിനാവല്ലേ. വാഗ്ദത്ത തീരം നമ്മൾ കാണുന്ന പാഴ്ക്കിനാവല്ലേ. ഇതാര്? പവി, വാട്ട് എ സർപ്രൈസ്. നീ ഇതപ്പോന്നു? കുറേയേറെയായി. നിങ്ങളുടെ ജോലിക്കാരൻ പറഞ്ഞു വരാൻ വൈകൂന്ന്. പിന്നെ കാത്തിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, ക്ഷീണം കൊണ്ടൊന്നും മയങ്ങി. നീ വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലല്ലോ. എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്ന് കരുതുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നതാ എൻ്റെ ഒരു സ്റ്റൈല്. ബാഹു, ഞാൻ പറയാറില്ല ഒരു പൗത്രനെ പറ്റി. കവി, വിപ്ലവകാരി, ആ മഹാനാണിത്. ഇത് ബാഹുലയൻ, എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ താമസം. വാഹത്തോട്ടിരിക്കാം. വാ വാ, ഇരിക്കെ. കണ്ടാ തോന്നൂലേ ഇവനൊരു വിഷാദക്കാരനാണെന്ന്? എന്നാ അങ്ങനെയല്ല. അസൽ ഫയർ ബ്രാൻഡ്. ആർക്കും കീഴടങ്ങാൻ കൂട്ടാക്കാത്ത സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളുടെ രാജാവ്. കേരളഭൂമി പത്രത്തിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്നു. അവിടുന്ന് വഴക്കിട്ട് പോന്നു. ഞാൻ എന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു. പിന്നെ പാർട്ടി പത്രത്തിൽ ചെന്നുകൂടി. അധിക നാൾ അവിടെയും തങ്ങിയില്ല. കുറേ കാലത്തേക്ക് ആളെവിടെയാണെന്ന് അറിയില്ലായിരുന്നു. വല്ലപ്പോഴും ആഴ്ചപ്പതിപ്പുകളിൽ കാണുന്ന കവിതകളിൽ നിന്നാണ് ഊഹിച്ചത് ഇവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഞാൻ ഒരിക്കൽ അന്വേഷിച്ചു വന്നിരുന്നു നീ പണ്ട് താമസിച്ച ഭാർഗവി നിലയത്തിൽ. അപ്പോഴാണ് അറിയുന്നത് നീ അവിടെ ഉപേക്ഷിച്ചെന്ന്. എന്നാൽ ഒരു കത്തയച്ചുകൂടായിരുന്നു നിനക്ക്, ദുഷ്ടൻ.
അല്ലെങ്കിലും അത്തരം സൽപ്രവൃത്തികളൊന്നും തോന്നില്ലല്ലോ നിനക്ക്. പറയാൻ എളുപ്പമാ. എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു നിനക്കറിയില്ലല്ലോ. നിരന്തരമായിട്ടുള്ള അലച്ചിൽ, ധാരാളം തോൽവികൾ, തിരിച്ചടികൾ. വാൾത്തലയിലൂടെ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് നിനക്ക് സങ്കല്പിക്കാനാവൂ? ക്ഷുരസ്യധാര. സ്വന്തം ജീവിതത്തിന്റെ പകിട്ടുകൾക്കപ്പുറം ചിന്തിക്കാത്ത നിനക്ക് അതൊന്നും മനസ്സിലാവില്ല. വിപ്ലവത്തിൽ നിന്ന് മാറിയിട്ടില്ല ഇതുവരെ അല്ലേ? ഒരിക്കൽ കേട്ടു നിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. നേതാവിനെ വിമർശിച്ചതിന് മിണ്ടരുത്, തലവീശിക്കളയും. എനിക്കൊരു സംശയം, പഴകും തോറും പാർട്ടി ഒരു മതമായി തീരുകയാണോന്ന്. തലയുടെ 2ാം നിലയിൽ ആൾത്താമസമില്ലാത്ത ചില കൊഞ്ഞാണം നേതാക്കന്മാരോട് കഴിയണത് അജീർണം പിടിച്ച മാതിരിയാ. എന്നാലും രാഷ്ട്രീയം വന്നോന്ന് നേതാക്കന്മാർ തെളിക്കുന്ന വഴിക്കല്ലേ? എന്റെ തലക്കകത്തിരുന്ന് മറ്റൊരാൾ ചിന്തിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവനോട് ഞാൻ പണ്ടേ പറയാറുണ്ട്, ഈ രാഷ്ട്രീയം കൊണ്ട് നടന്ന് ജന്മം തൊലയ്ക്കുമെന്ന്. കവിത എഴുത്തൊക്കെ കളഞ്ഞു അല്ലേ? പിന്നെ കവിത. അപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ തിന്നാൻ? ഓ അപ്പൊ കൂട്ടാ ഇവൻ എവിടെ പോയി? പിന്നെ ഒരു കാര്യം, ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ അല്പം ഉപദ്രവിക്കാൻ തന്നെയാണ്. കുറച്ച് നാൾ ഞാൻ ഈ സ്ഥലത്തുണ്ടാവും. ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ കൂടി ഇവിടെ താമസിപ്പിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ വേണ്ട. ഓ അതിനെന്താ, ഉള്ള സൗകര്യത്തിൽ കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കരുത് ശിവശങ്കരൻ നായരെ. എൻ്റെ ഒരാളുടെ മെടുക്കുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയത്. അല്ലെങ്കിൽ ഇപ്പോഴും ആ പട്ടിക്കാട്ടി കിടന്ന് നട്ടന്നിരിഞ്ഞേനെ. ഓർമ്മയും നന്ദിയൊക്കെ എല്ലാവർക്കും വേണം കുറുപ്പേ. തൻ്റെ എത്രയോ കൊള്ളരായ്മയ്ക്ക് നേരെ ഞാൻ കണ്ണടച്ചു. താൻ അതൊക്കെ മറന്നു. ഇതാ പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് മനസാക്ഷിയില്ലെന്ന്. പിന്നെ പോലീസുകാർക്ക് ശരീരം മുഴുവൻ മനസാക്ഷിയല്ലേ? മണ്ണാൻ കെട്ട. അന്നൊരിക്കൽ ഞാൻ നേതാവിനെ ഗോമതിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഓർമ്മയുണ്ടോ? അല്ലായിരുന്നെങ്കിലേ ചെളിക്കിടന്ന് ഉരുളിലായിരുന്നോ നേതാവിൻ്റെ അന്തസ്? ചേച്ചേ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ കണക്ക് പറയാൻ തുടങ്ങിയ എവിടെ എത്തും നമ്മൾ? അന്യോന്യം ചില വിട്ടുവീഴ്ചകളൊക്കെ ഇനിയും വേണ്ടി വരും. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് ഏമാനങ്ങോട്ട്. എൻ്റെ പൊന്നു പുരുഷോത്തമ കുറുപ്പേ, എന്തൊക്കെ പറഞ്ഞാലും ഇതിന് കൂട്ടിക്കാൻ ഞാനില്ല. എൻ്റെ തൊപ്പി ധരിക്കുന്ന ഇടപാടാ. ആബേലിനെ കൊന്ന കായീന്റെ മക്കളിൽ ചിലർ കുള്ളന്മാരായിരുന്നു, ചിലർ ഭീമന്മാരായിരുന്നു. അവർക്ക് 2 വീതം തലകളുണ്ടായിരുന്നു. 2 തല കൊണ്ട് ചിന്തിക്കുന്നവർ എങ്ങനെ ഒരു തീരുമാനത്തിലെത്തും? ഞാൻ പറഞ്ഞിട്ടില്ലയോ എന്നാനെ, ഇങ്ങനെ കൂടെ കൂടെ വന്ന് എന്നെ ഉപദ്രവിക്കരുതെന്ന്. പൊയ്ക്കോ. തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ നിന്നും പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുന്നു. ഇതൊന്നും കാണുന്നില്ലെന്നാണോ ആകാശത്ത് പറക്കുന്ന പരുന്തിന്റെ വിചാരം? ഇമയനങ്ങാതെ ഒരു കണ്ണ് എല്ലാം നോക്കി കാണുന്നു. പ്രപഞ്ചത്തോളം വലിയൊരു കണ്ണ്. എൻ്റെ സർവീസിൽ എനിക്ക് പറ്റിയ ആകെ ഒരു അബദ്ധം ഇതാണ്. ബുദ്ധിജീവികൾ അതിവിപ്ലവം എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടരില്ലേ, അതിലൊരു ഗ്രൂപ്പിൻ്റെ തലവൻ. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്നൊരു സംശയം. സംശയത്തിൻ്റെ പേരിൽ പിടിച്ച് ക്യാമ്പിലിട്ട് ഇടിച്ചൊരു പരുവാക്കി. അത് പിന്നെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ അറിയുന്നത് പാവം നിരപരാധിയാണെന്ന്. കോടതി വെറുതെ വിട്ടു. ഇപ്പം അരവട്ട്. ഓ, ആ കുരിശാണോ ഇത്? ഏതാ പുതിയ ഇറക്കുമതി? ആരെങ്കിലും ആവട്ടെ, നീ വാ. സാറേ, അവിയലൊന്ന് കഴിച്ചു നോക്കിയേ. ഞാനിതൊരു പാചകവിധി പ്രകാരം ഉണ്ടാക്കിയതാ. പിന്നെ അഖില ഭൂലോക പാചകകലാ നിധിയല്ലേ നീ? പവിത്ര, സൂക്ഷിച്ചോ ഇവനെ, കാഞ്ഞ വിത്ത. ഇവനും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നെന്നാ പറയുന്നേ. പറയുന്നതല്ല, നേരാ. വേറെ ഒരു പണിയില്ലാതെ ചുറ്റിത്തിരിയുന്ന കാലം. പിരിവിന്റെ കാര്യത്തിൽ എന്നെ തോപ്പിക്കാൻ പാർട്ടിയിൽ വേറെ ആരും ഇല്ലായിരുന്നത് പ്രസിദ്ധ. അതെ അതെ, പിരിവും തീറ്റയും. അങ്ങനെയല്ലേ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം തുടങ്ങുന്നത്? വെറുതെ അല്ല സാറേ, ഇടി കുറെ കൊണ്ടിട്ടാ.
ഒരിക്കൽ എതിർ പാർട്ടിക്കാർ എന്നെ എടുത്തിട്ടൊന്ന് പൊതിച്ച്. പൊതിക്കലെന്ന് പറഞ്ഞ എന്നാ പൊതിക്കല, കൊമത്തി മൊലത്തിയിട്ട് പൊതിച്ച്. ഓ, ഉപ്പാട് വന്നുപോയി. പിന്നെ എന്തിനാടാ നീ ഈ പണിക്ക് വന്നേ? വല്ല MLA മന്ത്രിയോ ആയിരുന്നില്ലേ? അതിനിടിയത് പോരാ. പുസ്തകം എടുത്ത് വെച്ചിട്ട് 4-5 ദിവസമായി. കൊണ്ടുതരാൻ നേരം ഉണ്ടായില്ല. വേറെ കുറേ തിരക്കുകളിൽ പെട്ടുപോയി. എന്നാൽ ഇത് വന്നെടുക്കാൻ ഉമ്മയ്ക്കും തോന്നിയില്ലല്ലോ. അവിടെ ഇപ്പൊ വേറെ ആരൊക്കെ ഇല്ലേ? വേറെ ആര്? ഓ, അത് ശരി, ഇപ്പം മനസ്സിലായി. അത് വേറെ ആളൊന്നും അല്ല, എൻ്റെ സ്നേഹിതനാ പവിത്രൻ. പവിത്രനോ? ആ, പവിത്രൻ. ഓർമ്മയില്ലേ ഏകാകിയുടെ സ്വപ്നങ്ങൾ? അതവൻ്റെയാ. പക്ഷെ ആളെ കണ്ട ശത്രുക്കൾ പോലും പറയില്ല കവിയാണെന്ന്. പരുക്കം മട്ട് കണ്ട് തെറ്റിദ്ധരിക്കണ്ട, അവൻ്റെ ഉള്ളിലൊരു കവിയുണ്ട്. അത് പിന്നെ സ്വന്തം സ്നേഹിതനെ കുറിച്ച് അങ്ങനെയല്ലേ പറയൂ? विकसित नवचिंशुका ताम्र दिव्यांशुकच्छन्न चारूरु शोभा पराभूत सिंदूर शोणाय मानेन्द्र मातंग हस्तार्गळे वैभवानर्गळे श्यामळे श्यामळे ഇന്ന് പിറന്നാളല്ലേ, നമുക്ക് ആ പിള്ളേരെ കൂടെ ഒന്ന് വിളിച്ചാലോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ കരക്കാരെ വിളിച്ച് സദ്യ കൊടുക്കാൻ? വേറെ ആരും അല്ലല്ലോ, നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരല്ലേ. നീ എന്താന്ന് വെച്ചാ ചെയ്യ. ഞാൻ റെഡി. അത് പിന്നെ അങ്ങനല്ലേ, പന്തിക്ക് മുമ്പേയും പടയ്ക്ക് പിമ്പേയും, അതല്ലേ നിന്റെ സ്വഭാവം. എഴുന്നേറ്റ് വാ, ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ഏയ്, ഞാൻ വരുന്നില്ല. ഛേ, അതെന്ത് വർത്തമാനാ? ഞാൻ എന്തിനാ വരുന്നത്? അവരെന്നെ അറിയില്ല, ഞാൻ അവരെ അറിയില്ല. ഇതാ ഇവൻ്റെ സ്വഭാവം. എടാ, മനുഷ്യനുമായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? എഴുന്നേക്ക്, എഴുന്നേക്ക്, ഇങ്ങോട്ട് പറയാം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ആ അമ്മുക്കുട്ടിയെ, ദേ എല്ലാവരും എത്തി. ഈ വയസ്സാം കാലത്ത് പിറന്നാൾ ആഘോഷിക്കുന്നതേ ഒരു തരം പുളുങ്കൂസ് ഏർപ്പാടാ. ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴുത് വഴിപാട് നടത്തി സ്വന്തപ്പെട്ടിട്ടുള്ളവരോട് ഒന്നിച്ച് പിറന്നാൾ സദ്യ ഉണ്ണുന്നത് ഒരു ഐശ്വര്യമാണേ. അല്ലെങ്കിൽ ഐശ്വര്യത്തിന് എന്താ ഒരു കുറവ്? ഇത് പവിത്രൻ, എൻ്റെ സ്നേഹിതനാ. ആ, ഇവിടെ പറയണ കേട്ടു, ഒരു തവണ കാണുകയും ചെയ്തു അല്ലേ? എന്നാ ഇനി വൈകിക്കണ്ട, എഴുന്നേറ്റ് കൈയഴിക്കോളൂ. ഒരൊക്കെ ഒടുക്കത്തെ ഒരു പണിമുടക്ക്, മനുഷ്യരെ ചുറ്റിക്കാൻ. പാതി വഴി വന്നപ്പോൾ ഒരു മിന്നൽ പണിമുടക്ക്. നട്ടപ്പുറ വെയിലത്ത് നടു റോഡില് മനുഷ്യൻ കരിഞ്ഞു പോവില്ലേ? ഊണ് കഴിഞ്ഞോ അമ്മുക്കുട്ടിയെ? ഇല്ല. ഓ, അവനിവിടെ ഇല്ലല്ലോ, മാർക്കറ്റിൽ പോയതാ. എന്താ? അമ്മയൊന്ന് വീണു, സഹായത്തിന് ആരുമില്ല. എന്താ പറ്റിയത്? മോളെ ഈ ചരിവെടുക്കാൻ കയറിയതാ, തെന്നി വീണു. അയ്യോ, വേദന അധികമുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. ഞാൻ പോയി ടാക്സി വിളിച്ചിട്ട് വരാം. പൈസ കൊടുത്തേക്ക്. ആ മറിഞ്ഞു വീണ വേദനയൊക്കെ കുറഞ്ഞില്ലേ? ആ,
ഈ മെഡിസിൻ തന്നെ കൊടുത്താൽ മതി. 7 മണിക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തേ. ശരി സർ. സാരമില്ലെന്നേ, പേടിക്കാനൊന്നുമില്ല. ഒരു 2 ദിവസം കൂടി കിടക്കേണ്ടി വരും. അച്ഛനോട് പറഞ്ഞേക്കൂ. ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. ദൈവാധീനം ഇത്രയല്ലേ പറ്റിയുള്ളൂ. ഡോക്ടർ എന്താ പറഞ്ഞേ? സീരിയസ് ആയിട്ടൊന്നുമില്ലെന്ന്. മുട്ടിന് നല്ല നീർക്കെട്ടുണ്ട്. 2 ദിവസം കൂടി കിടക്കണമെന്നാ പറഞ്ഞേ. അമ്മയ്ക്കാണെങ്കിൽ വീട്ടിൽ പോയാൽ മതിയെന്നാ. ഈ പെണ്ണ് തന്നെ വേണ്ട എല്ലാത്തിനും. പുഷ്പയ്ക്കാണെങ്കിൽ കോളേജിൽ പോണം. അവരുടെ അച്ഛനാണെങ്കിൽ ലീവും ഇല്ല. എനിക്കിനി റിവിഷൻ ക്ലാസ്സേ ഉള്ളൂ. ഞാനും നിൽക്കാം. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ വേണമെങ്കിൽ ലീവ് എടുത്ത്. എനിക്കാണെ ലീവ് ഇഷ്ടം പോലുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോ? വേദന കുറവുണ്ട്. ഡോക്ടർ അച്ഛനെ തിരക്കി. ഞാൻ കണ്ടു. അങ്ങനെ സങ്കടപ്പെടാനും കരയാനും ഒന്നും ഇല്ലെന്നേ. ആ അസലായിട്ടുണ്ട്. വേണേ കേന്ദ്ര കമ്മിറ്റിക്ക് വരെ വിളമ്പാം. അപ്പൂട്ടാ, രാജീവും ബാഹുലേനൊന്നും വന്നില്ല ഇതുവരെ. എവിടെന്ന്? ഇപ്പൊ ആശുപത്രിയിലെ ഡ്യൂട്ടി. ഒരാൾ ഒരു വശത്തൂടെ ഇറങ്ങുമ്പോ മറ്റേ ആൾ മറുവശത്തൂടെ കയറും. അമ്മ വീണപ്പോ ഇത്രയും, ഇപ്പൊ മോള് വീണാലോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ചെയ്തു. ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ ആ പുസ്തകം വായിച്ചു. ഒളിപ്പോരാളിയുടെ ഓർമ്മക്കുറിപ്പുകൾ. എനിക്കിഷ്ടമായി. ഒരു വീരപുരുഷന്റെ അത്ഭുത പരാക്രമങ്ങൾ. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് മരണത്തിന്റെ തീക്കണ്ണുകൾക്ക് മുന്നിലൂടെ. ഒരു ഡിക്റ്റേറ്റീവ് നോവൽ വായിക്കുന്ന രസം. എനിക്കറിയാം കവിതയും സാഹിത്യമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന്. ആരാ ഈ അപവാദം പറഞ്ഞത്? എനിക്ക് മറ്റുള്ളവരുടെ ഹൃദയം കാണാനുള്ള ദിവ്യ ദൃഷ്ടിയുണ്ടെന്ന് വിചാരിക്കേ. ഈ രാഷ്ട്രീയം കളഞ്ഞ് കവിത എഴുതിയാലെന്താ? എന്താ പറഞ്ഞേ? രാഷ്ട്രീയത്തിനിറങ്ങി ജന്മം ചീത്തയാക്കി കളയണോന്ന്. അല്ല, കൂട്ടുകാരൻ പറഞ്ഞു വലിയ കവിയാകേണ്ട ആളായിരുന്നെന്ന്. എനിക്ക് രാഷ്ട്രീയക്കാരെ ഇഷ്ടമല്ല. ശുദ്ധ തട്ടിപ്പുകാരൊക്കെ. തത്വം ആദർശമൊക്കെ പ്രസംഗിക്കും. പക്ഷേ പ്രവൃത്തിയിൽ എൻ്റെ നിഴല് പോലുമില്ല. 1,900 പാർട്ടികളും നേതാക്കന്മാരും. പാവങ്ങളുടെ പേരിലാ എല്ലാവരും കണ്ണീരൊഴുക്കുന്നേ. കുറെയൊക്കെ ശരിയാ. എല്ലാം അറിഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിൽക്കുന്ന ശുദ്ധാത്മാക്കളുടെ ധർമ്മസങ്കടം ഊഹിക്കാവോ? എന്നെ ആകർഷിച്ചത് ഈ നേതാക്കന്മാരല്ല, മനുഷ്യമോചനത്തിന്റെ തത്വശാസ്ത്ര. ഈ നേതാക്കന്മാരോട് കൂടി രാജ്യത്തിന്റെ ഭാവി മുടിഞ്ഞു പോകുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയല്ലേ ഒരു സ്നേഹബന്ധം തുടങ്ങുന്നത്. എന്നും കണ്ടും ചിരിച്ചും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു. ദേ ചുമ്മാതല്ല, ഇഷ്ടം തോന്നിയിട്ടാ. മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. സത്യമായിട്ടും. ഓ, ഇതാണല്ലേ വീട് കണ്ടുപിടിച്ചു. തനിക്ക് എന്തിന്റെ സൂക്കേടാ? ആ എന്താടാ ഇവിടെ? ചുമ്മാ. എന്താ ഏതാന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും കാരണം പറഞ്ഞു വാടകക്കാരെ ഒഴിവാക്കിയേ പറ്റൂ. അതിന് അവരെ കൊണ്ട് ഇവിടെ എന്ത് ദോഷം വന്നെന്നാ? കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട്. ഇതുവരെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. നമ്മളോടൊക്കെ എന്ത് സ്നേഹാ പിള്ളേർക്കെന്നോ. വേണ്ട, വ്യാഖ്യാനിക്കണ്ട. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. നിന്റെ കണ്ണിൽ എല്ലാവരും നല്ലവരാ. എന്നാലേ
ഞാൻ അങ്ങനെയല്ല. ആ വെള്ള വെരുകൊണ്ടല്ലോ, എന്താ അവൻ്റെ പേര്? ആ, പാകൂലേയൻ. അവനാള് പെശക. അവരെന്ത് ചെയ്തെന്നാ? അതൊന്നും നീ അറിയണ്ട. 2-3 പേര് ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരാളെ മാത്രം എങ്ങനെയാ ഒഴിവാക്കാൻ പറയാ? ഓ, ഈ ഇസ്തിരിപ്പെട്ടി ഒന്ന് നന്നാക്കി കിട്ടാൻ പെട്ട പാട്. എത്ര വട്ടം നടന്നിട്ടാന്നറിയോ? വലിയ ഉപകാരമായി. ആ, ബാഹുലേയനോ? ആ, നേരത്തെ വരാഞ്ഞത് നന്നായി. അദ്ദേഹത്തിന് ഇഷ്ടക്കേടായിട്ട് ബാഹുലേയൻ എന്തെങ്കിലും? ഞാനോ? നിസ്സാര കാര്യം മതി അദ്ദേഹത്തിന് ക്ഷോഭിക്കാൻ. എന്റെ പൊന്നമ്മച്ചി, മനസ്സറിഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല. സാർ എന്തെങ്കിലും പറഞ്ഞോ? ആ, വീട് ഒഴിഞ്ഞോളെ. എവിടെയെങ്കിലും ഒരു വീട് അന്വേഷിക്കാം. ആഹാ, വന്നോ ദേശാടനം കഴിഞ്ഞ്? എപ്പോ എത്തി? ഇന്നലെ. കൂട്ടുകാരൻ പറഞ്ഞു എവിടെയോ വിപ്ലവം ഉണ്ടാക്കാൻ പോയതാണെന്ന്. ഞാൻ ഈ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു, ചില സ്നേഹിതന്മാരുടെ കൂടെ. എന്നുവെച്ചാ പാർട്ടിക്കാരുടെ കൂടെ? പാർട്ടിക്കകത്ത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനെ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത് ശരിയല്ല. എവിടെയായാലും ഒരേപോലെ ചിന്തിക്കുന്നവരുടെ ഒരു അതെ അതെ, ഗ്രൂപ്പ്. കുറ്റം പറയും, പാർട്ടിക്ക് വേണ്ടി ചാകാൻ നടക്കും. വെറുതെയാണോ അവര്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്കൊരു ലാഭക്കച്ചവടം അല്ല. നഷ്ടം സഹിക്കാനും വേണ്ടേ കുറച്ച് ആളുകൾ. എന്ത് ചിന്തിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ സംശയം തോന്നുന്ന സന്ദർഭങ്ങളുണ്ടാവും. എല്ലാം നിഷ്ഫലമാണെന്ന് തോന്നും ചിലപ്പോൾ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്നവർ വെക്കുന്ന ഒരു ചുവട്, ചിലപ്പോൾ അതായിരിക്കും ചരിത്രത്തിലെ ഒരു നിമിഷം. സ്വപ്നം സൂക്ഷിക്കുന്നവരോ? വിപ്ലവകാരികൾക്ക് സ്വപ്നം പാടില്ലെന്ന് ആരാ പറഞ്ഞത്? സ്വപ്നങ്ങൾക്ക് അതിന്റെ വിലയുണ്ട്. കേട്ടിട്ടുണ്ടോ? വിപ്ലവത്തിന്റെ അടിയിൽ സ്വപ്നങ്ങളുമുണ്ടെന്ന് ലെനിൻ. എൻ്റെ ചില സ്നേഹിതന്മാർ കൂടി ഒരു പ്രസിദ്ധീകരണം തുടങ്ങുന്നു. ഈ ലോകം ഒന്ന് പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ട്. ആ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഒരു പുസ്തകം തർജ്ജമ ചെയ്ത് തരണം. ഞാനോ? എന്താ ഈ പറയുന്നത്? എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇഷ്ടമില്ലെങ്കിൽ അത് പറ. അങ്ങനെയല്ല പവി. ഒരു എളിയ സംരംഭം, സാഹിത്യത്തിലും കലയിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഒരു പുതിയ ചിന്തയുടെ കാറ്റ്, ജാഡ്യത്തിനും ജീർണതയ്ക്കും എതിരെ ഒരു ചെറുത്തുനിൽപ്പ്. അതിന് നിങ്ങൾക്ക് പാർട്ടി പത്രങ്ങളില്ലേ? പാർട്ടി പത്രങ്ങളിൽ നേതാക്കന്മാരുടെ അളുമ്പൂസം പ്രസ്താവനകൾക്ക് സ്ഥലം തികഞ്ഞിട്ട് വേണ്ടേ? അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് മറ്റുള്ളവരുടെ തലച്ചോറിലുണ്ടാകുന്ന അനക്കങ്ങളെ പേടിയാ. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ചിന്തിച്ചോളാന്നാ അവരുടെ നിലപാട്. അപ്പോ നേതാക്കന്മാരുടെ വഴിക്കല്ല യാത്ര? അല്ല. ഫെബ്രുവരി മാസത്തിലെ ഒരു സായാഹ്നം, ഹവാനയ്ക്കടുത്ത് മിറാമറിലുള്ള ആൽബർട്ടോ ഗ്രനാഡോസിൻ്റെ വിശാലമായ സ്വീകരണ മുറിയിൽ ഇരിക്കുകയാണ് ഞങ്ങൾ. ഡോൺ ഏണസ്റ്റോ ബുവേര ലഞ്ച്, ആൽബർട്ടോ, പിന്നെ ഞാനും. ചേയുടെ കുട്ടിക്കാലത്തെയും കൗമാരകാലത്തെയും കുറിച്ചായിരുന്നു ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ശക്തമായി പെയ്തുകൊണ്ടിരുന്ന മഴ, ഇരമ്പിയാർക്കുന്ന ഇടിമിന്നലും അലോസരപ്പെടുത്തുന്നതായിരുന്നെങ്കിലും ആ അഭയകേന്ദ്രത്തിലെ ഇരിപ്പ് സുഖകരമായിരുന്നു. പക്ഷേ പർവ്വത സാനുക്കളിൽ മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിപ്പോയ ആ മനുഷ്യൻ, പാവം.
ഏകാകിയാം നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും 7 സ്വരങ്ങൾ ചിറകു നൽകി. ഏകാകിയാം നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും 7 സ്വരങ്ങൾ ചിറകു നൽകി. സ്നേഹക്ഷതങ്ങളാൽ നോവും മനസ്സിൽ ചേക്കേറുവാൻ പാറി പറന്നുപോയി. പാടി പാടി പറന്നുപോയി. ഏകാകിയാം നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും 7 സ്വരങ്ങൾ ചിറകു നൽകി. പോയി വരുവേനലേ എന്നു ചൊല്ലി പൂവാകത്തൂവാല വീശി. പോയി വരുവേനലേ എന്നു ചൊല്ലി പൂവാകത്തൂവാല വീശി. വേനലിൽ പൂക്കുന്ന ചില്ലകളിൽ താണിരും നാടും കിളികൾ പാടി. വന്നണയാത്ത വസന്തം കന്നിമണ്ണിന്റെ പാഴ്ക്കിനാവല്ലേ. ഏകാകിയാം നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും 7 സ്വരങ്ങൾ ചിറകു നൽകി. കാറ്റിൻ്റെ കയ്യിൽ പ്രസാദമായി കാണാത്ത പൂവിൻ സുഗന്ധം. കാറ്റിൻ്റെ കയ്യിൽ പ്രസാദമായി കാണാത്ത പൂവിൻ സുഗന്ധം. പാഥേയമായൊരു പാട്ട് തരൂ. പാതിരപ്പുള്ളുകൾ കേണു ചൊല്ലി. സുന്ദരവാഗ്ദത്ത തീരം നമ്മൾ കാണുന്ന പാഴ്ക്കിനാവല്ലേ. ഏകാകിയാം നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും 7 സ്വരങ്ങൾ ചിറകു നൽകി. സ്നേഹക്ഷരങ്ങളാൽ നോവും മനസ്സിൽ ചേക്കേറുവാൻ പാറി പറന്നുപോയി. പാടി പാടി പറന്നുപോയി. എനിക്കറിയാൻ നന്നായിട്ടില്ലെന്ന് കീറിക്കളയാനേ കൊള്ളൂ. ഇരിക്കും. ഇന്നലെ തന്നെ ഞാനിത് മുഴുവൻ വായിച്ചു. തർജ്ജമ നന്നായിട്ടുണ്ട്. എന്നെ സന്തോഷിപ്പിക്കാൻ പറയുന്നല്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ എനിക്കറിയില്ലാത്ത പണിയാണെന്ന്. മുഖസ്തുതി പറയുന്ന ശീലം എനിക്കില്ല. നന്നായിട്ടില്ലെങ്കിൽ ഞാനത് മുഖത്ത് നോക്കി പറഞ്ഞേനെ. പറഞ്ഞത് കേട്ടില്ലെന്ന് വേണ്ട,
ഞാനത്രേ വിചാരിച്ചുള്ളൂ. ദേ, ഇനി എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഇതൊരു ശിക്ഷയായിട്ടാണോ കാണുന്നത്? സമൂഹത്തെ ആശയപരമായി ആയുധമണിയിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോഴേ അതൊക്കെ മനസ്സിലാവൂ. വിധിശാപങ്ങളുടെ തടവിൽ കഴിയുന്ന സമൂഹം പഴയ വിശ്വാസങ്ങളിൽ നിന്ന് വഴിമാറി നടക്കാൻ പേടിയാണവർക്ക്. അവരെ നേർവഴിക്ക് നയിക്കുക എന്നത് ഉത്തരവാദപ്പെട്ട ഓരോ പൗരന്റെയും ധർമ്മമാണ്. സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഉൾപ്പെട്ട് ക്രൂരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. ഇക്കണക്കിന് ഒളിപ്പോരിന് വരെ എന്നെ വിളിക്കുന്നാണല്ലോ തോന്നുന്നത്. എന്താ സംശയം? ഒളിപ്പോരെന്ന് പറയുന്നത് മരണവുമായിട്ടുള്ളൊരു കളിയാണ്. അവസാന നിമിഷം വരെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ അതിന് വിളിക്കൂ. മരണത്തിലും കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കണമെങ്കിൽ എന്താ അതിന്റെ രഹസ്യം? അവിടെ സ്നേഹം എന്ന് പറയുന്നത് നിർവചനമില്ലാത്ത ഒരു അനുഭവമാണ്. വെച്ചോടെ. ഞാൻ ഇറങ്ങട്ടെ രാജീവ്. പിന്നെ ഈ വീട് വാടകയ്ക്ക് എടുത്തത് ബാഹുലേന. എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും താനാ. എന്നിട്ടിപ്പോ ദേ എൻ്റെ ഭാഗത്തുനിന്ന് വല്ല ഇഷ്ടക്കേടുണ്ടെങ്കിൽ പറ, ഞാൻ മാറിത്തരാം. ഇഷ്ടക്കേട് തൻ്റെ എൻ്റെ അല്ല, കാർക്കോടകൻ്റെതാ. ഒരു മോശപ്പെട്ട ചുറ്റുപാടിൽ ഈയിടെ ഞാൻ അയാളെ കാണാനിടയായി. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അയക്കൊരു സമാധാനം ഉണ്ടാവില്ല. കൂട്ടത്തോട് ഒഴിയണമെന്നായിരുന്നു ആജ്ഞ. ഞാൻ ഒഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാനാണ് അയാളുടെ കണ്ണിലെ കരട്. എന്നാലും ബാഹുലയ, താൻ പോയാൽ അതിനെന്താ? ഇവിടെ ഇപ്പോൾ പവിത്രനും അപ്പുക്കുട്ടനും ഒക്കെ ഇല്ലേ? പിന്നെ രാജീവ് ഇവിടെ അന്യനൊന്നും അല്ലല്ലോ. ശരി, വരട്ടെ. ഉമേ, ഉമേ എവിടെ? എന്തേ? വിളിക്കവളെ. ഉമേ, ഇതാ എന്താ നോക്ക്. ഇനി ഉദ്യോഗം ഇല്ലാത്തതിൻ്റെ സങ്കടം വേണ്ട. നാളെ ജോയിൻ ചെയ്തോളാനാ പ്രിൻസിപ്പാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ ഒരു ചായ എടുക്ക്, ഞാൻ ഡ്യൂട്ടിയിലാണ്, ഉടനെ പോണം. ഉമ്മ സ്റ്റാഫ് റൂമിൽ ചെന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടോളൂ. ശരി സർ. അവൻ പോയല്ലേ ബാഹുലയൻ? പോയി. നന്നായി. ഞാൻ അവനെ പറപ്പിക്കണമെന്ന് ഓർത്തിരുന്നതാ. കേട്ടോ രാജീവേ, അവൻ ആള് പെശക. പോകാൻ തോന്നിയത് അവൻ്റെ നല്ല കാലം. ഇപ്പോൾ ഞാൻ തനിച്ചായി. ആ, മറ്റേ ചങ്ങാതി എവിടെ പോയി? എന്താ പുള്ളിയുടെ പേര്? പവിത്രൻ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പിന്നെന്തിനാ രാജീവിന് ഈ കൂട്ടും കൂടോത്രമൊക്കെ? വരട്ടെ. ഇവിടെ ഞാൻ ഉമേക്കാത്ത നിന്നാണ്. എന്താ വിശേഷിച്ച്? കുറേ നാളായി മനസ്സിലൊരാഗ്രഹം കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. പലപ്പോഴും വിചാരിച്ചു ഉമയോട് പറയണമെന്ന്, പക്ഷെ കഴിഞ്ഞില്ല. അത് ഇനി നീട്ടിക്കൊണ്ടുപോകാൻ വയ്യ. ജീവിതത്തെക്കുറിച്ച് ഉമയുടെ സങ്കല്പം എന്താണ്? ഓ, എനിക്കങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. അത് വെറുതെ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാണ്. എനിക്ക് ചോദ്യങ്ങളെ പേടിയാണ്. എന്നോർത്ത് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒക്കുമോ? ജീവിതത്തിൽ എപ്പോഴും നേരിടുന്നത് ചോദ്യങ്ങളെയാണ്.
മറ്റുള്ളവരുടെയും തൻ്റെ തന്നെയും. എൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം ഞാൻ ഉമ്മയുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇതിൽ കൂടുതൽ ഞാനെങ്ങനെ? എനിക്ക് ഉമ്മയെ ഇഷ്ടമാണ്. സോറി, എന്നോട് ക്ഷമിക്കൂ. മറ്റു രണ്ടുപേരും പോയി. ഇനി ഞാൻ മാത്രമായിട്ട്. തന്നെയല്ല, കോളേജിൻ്റെ അടുത്തൊരു വീട് കിട്ടുകയും ചെയ്തു. ഞാൻ എന്ത് പറയാനാ, ഞങ്ങൾ രാജീവിനെ കണ്ടിരുന്നത് ഒരു വാടകക്കാരനായിട്ടല്ല. നിങ്ങളുടെയൊക്കെ സ്നേഹവും വാത്സല്യവും ഞാനെന്നും ഓർക്കും. വല്ലപ്പോഴും ഈ വഴി വരണം. സാറിനെ കണ്ട് യാത്ര ചോദിക്കാൻ ഒത്തില്ല. സാറ് വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ശരി. അവിടെ നിന്നേ. നീ അടുക്കളക്കാരനല്ലേ? ദേ മൂപ്പിനെ, എന്റെ വായിന്ന് വല്ലതും കേൾക്കണ്ടെങ്കിൽ മര്യാദ വെക്കോ. അതെന്താ നിനക്ക് കുറച്ചിലായി പോയോ? ബാഹുലേയൻ പോയെന്ന് കേട്ടത് നേരാണോ? അതെ, പോയി. അവൻ എങ്ങോട്ടാ പോയേ? അത് ഞാനെങ്ങനെ അറിയാനാ? വേറൊരാളുണ്ടായിരുന്നല്ലോ, ആ കോളേജ് വാദ്യ. ഇനി നീ എങ്ങോട്ടാ? കാലന്റെ വായിലേക്ക്. നന്നായി, ഇപ്പോഴെങ്കിലും ഈ സൽബുദ്ധി തോന്നിയല്ലോ. നിഷേധി പോകുക. പാടാൻ നീ ചൊന്നതില്ല. ഒരു കുറി പോലും നിനക്കായി മാത്രമായി ഒരു പാട്ട് പാടാൻ നീ ചൊന്നതില്ല. പറയാം ഞാൻ ഭദ്രേ, നീ കേൾക്കുവാനല്ലാതെ ഒരു വരി പോലും ഞാൻ പാടിയില്ല. തളിരടി മുള്ളേറ്റു നൊന്ത പോലെ മലർക്കുടവത്തുമ്പെങ്ങോ തടഞ്ഞ പോലെ വെറുതെ വെറുതെ നടിക്കാതെ നരികിൽ നിന്നു മോഹിച്ചൊരു മൊഴി കേൾക്കാൻ നീ കാത്തു നിന്നു. പറയാത്ത മൊഴികൾ
പറയാത്ത മൊഴികൾ തന്നാഴത്തിൽ മുങ്ങിപ്പോയി. പറയുവാനാശിച്ചതെല്ലാം നിന്നോടു പറയുവാനാശിച്ചതെല്ലാം. ദേ ശിവ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശിവ, എന്താ? ഉമയുടെ വിവാഹക്കാര്യം. അല്ലാതെന്താ, ഇത്രയും കാലം അവൾക്ക് ഉദ്യോഗം കിട്ടട്ടെ എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ദൈവം സഹായിച്ച ഉദ്യോഗവുമായി. ഇനി എത്രയും പെട്ടെന്ന് നമുക്കതൊക്കെ നടത്തണം. ഓരോരോ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ നേരത്തിനും കാലത്തിനും നടത്തണം. അതാണ് അതിൻ്റെ ബുദ്ധി. ഞാൻ പറഞ്ഞതിനെ ഗോരോചന പിടി കിട്ടിയോ നിനക്ക്? ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. മനസ്സിലിരുന്നാ പോരാ. ഇപ്പൊ വയസ്സെത്രയായി അവക്ക്? നാറാവിള്ള ചേട്ടനൊന്ന് അന്വേഷിക്കേ. എനിക്കും തോന്നി തുടങ്ങി ചുമതലകളൊക്കെ തീർത്തു വയ്ക്കുന്നതാ നല്ലതെന്ന്. രാജീവിന്റെ കാര്യത്തിൽ എനിക്കൊരാശ തോന്നിയതായിരുന്നു. ഞാനും ചിലതൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. പയ്യനെ ഞാനും കണ്ടതാ. പക്ഷേ കൂട്ടുകെട്ട് മോശമാണ്. അവൻ്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, എന്താ അവൻ്റെ പേര്? പവിത്രൻ. ആ, അങ്ങനെ എന്തോ ആണ്. പക്ഷേ അവൻ മറ്റേ പാർട്ടിയാണെന്നാ ഞാൻ അറിഞ്ഞത്. അവനോ? ആ, അതെന്തും ആകട്ടെ, നീ വിഷമിക്കണ്ട. അതിനേക്കാളൊക്കെ കൊമ്പിച്ചെടുത്തുനിന്ന് ഞാൻ ആലോചന കൊണ്ടുവരും. അത് കൊള്ളാലോ. അത്താഴത്തിന് നേരായി. ആ, എന്നാ പിന്നെ അത് താമസിപ്പിക്കണ്ട അല്ലേ? ഉമ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഒരു ലിഫ്റ്റ് തരാം. ഒന്ന് നിർത്തണേ, ഞാൻ ഇവിടെ ഇറങ്ങുക. ഉമ്മ വീട്ടിലേക്കല്ലേ? അല്ല, ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ആ, എന്നാ ശരി, നാളെ കാണാം. എന്റെ ഈശ്വര, ഇനി ഈ ജന്മത്ത് കാണുന്ന ഓർത്തതല്ല. എങ്ങനെയുണ്ട് പുതിയ ഉദ്യോഗം? എൻ്റെ ഒരു സ്നേഹിതന്റെ പെയിന്റിംഗ് എക്സിബിഷൻ എന്നാ ഒന്ന് കണ്ടു കളയാന്ന് കരുതി. ഉമ്മ വരുന്നോ? അയ്യോ, ഞാനില്ല. ആ, വാന്നേ. ഒരു ചിത്രകാരൻ തന്റെ പെയിന്റിങ്ങുകൾ എക്സിബിഷൻ വെച്ചിട്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ അയാൾക്ക് എന്താ തോന്നുക? ഒക്കെ കഴിഞ്ഞ് ഇനി പെയിന്റിങ്ങിലൂടെയാണോ വിപ്ലവം വരുന്നത്? പെയിന്റിങ്ങിലുണ്ട് വിപ്ലവത്തിന്റെ വഴി. പവി നല്ല ആളാ. പോകുമ്പോ ഒരു വാക്ക് പറയായിരുന്നില്ലേ? ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്. എനിക്ക് അത്ര ബന്ധമുള്ളൂ ലോകത്തോട്. ആരോടും യാത്ര പറയാതെ പോവുക. ബന്ധങ്ങൾ അതിനപ്പുറം കൊണ്ടുപോകുന്നത് നല്ലതല്ല. ഉമ്മ വിശ്വസിക്കുമെന്നറിയില്ല, കണ്ട് യാത്ര പറഞ്ഞു പോകണമെന്നുണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ആരാ വിലക്കിയത്? ആരും വിലക്കിയിട്ടല്ല, സ്വന്തം മനസ്സിനോട് എതിർത്ത് നിൽക്കുന്നതിന്റെ പ്രയാസം ഞാൻ അറിഞ്ഞു. ദേ, ആകാശം ഇടിഞ്ഞു വീഴില്ലെങ്കിൽ എനിക്കൂടി മനസ്സിലാകുന്ന തരത്തിൽ പറ. ദേ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അവളവിടെ. ഉമ, വിളിക്കേ. ഉമേ, നീ ഇന്ന് പള്ളിമുക്കിലൂടെ പോകുമ്പോ ആരായിരുന്നു കൂടെ? കോളേജിൽ നിന്ന് മടങ്ങുമ്പോൾ പവിത്രനെ കണ്ടു. നമ്മുടെ വീട്ടിൽ താമസിച്ചിരുന്ന ആളല്ലേ. ആ പരിചയം വെച്ച്. ആ പരിചയം വെച്ച് അവൻ ആരാണെന്ന് അറിയുമോ നിനക്ക്? അവൻ ഏത് നേരത്താ അകത്താകുക എന്നറിയില്ല. ഒരു കവിയായിട്ടാ എനിക്ക് പവിത്രനെ അറിയാവുന്നേ. കവി? വാളും കൊണ്ട് നടക്കുന്നവനേക്കാൾ പേടിക്കണവനെ. അത് വേണ്ട കേട്ടോ. പോ. വരുന്ന വഴി നാറാവിള്ള ചേട്ടനെ കണ്ടു. അയാൾ ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞു. കേട്ടിടത്തോളം കൊള്ളാമെന്ന് തോന്നി. 2 ദിവസത്തിനുള്ളിൽ അവർ കാണാൻ വരും.
അവളോട് ഒന്ന് പറഞ്ഞേക്കേ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. എന്താ? ഇനി ഇവൻ്റെ അടുത്ത ബന്ധുക്കൾ വന്ന് കാണണമല്ലോ. അങ്ങനെയല്ലേ അതിൻ്റെ ഒരു മുറ. അതൊക്കെ പണ്ട്. ഇപ്പൊ പെണ്ണും ചെറുക്കനെയും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ അങ്ങോട്ട് നീക്കാം. എന്നാലും ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് കൃഷ്ണപിള്ള ചേട്ടനോട്. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ടെന്ന ആ കൃഷ്ണപിള്ള ചേട്ടൻ്റെ വാക്ക്. അതിലും വലിയൊരു വാക്കില്ലല്ലോ ഇക്കാര്യത്തില്. ധൃതി കൂട്ടണ്ട, അവര് കാണേണ്ടവരൊക്കെ വന്ന് കണ്ടോട്ടെ. ഉമ്മ ഒന്നും പറഞ്ഞില്ല വ്യക്തമായിട്ട്. അതൊക്കെ ഞാൻ പറയും പോലെ. ഇങ്ങനെയൊക്കെ ഒത്തുവരാൻ ഭാഗ്യം വേണം എന്നാ ജ്യോത്സ്യർ പറഞ്ഞത്. അവളെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അവരുടെ ജ്യോത്സ്യം നോക്കി കൊള്ളാമെന്ന് പറഞ്ഞുവെങ്കിലും നമ്മുടെ കേശവൻ കണിയാൻ പറഞ്ഞാലേ ശരി പൊരുത്തം എനിക്ക് ബോധ്യാവൂ. ഞാൻ അയാളെ ഒന്ന് കാണട്ടെ. അതിനു മുമ്പ് ഉമയോട് നേരിട്ടൊന്ന് ചോദിക്കാവാം. എന്താ, ഇഷ്ടമായോ നിനക്ക്? നല്ല കുടുംബം, അച്ഛനമ്മമാർക്ക് ഒറ്റ മകൻ, ഉയർന്ന ഉദ്യോഗം, സൽസ്വഭാവി, കാണാനും നന്ന്. ഇങ്ങനെയൊന്നും ഒത്തുകിട്ടാൻ പ്രയാസ. എല്ലാ ഗുണങ്ങളും ഒത്ത ആളാണെങ്കിൽ അയാൾക്ക് വേറെ പെണ്ണിനും കിട്ടും. എന്താടി പറഞ്ഞത്? നീ എന്താ സന്യസിക്കാൻ പോവാ? വേണ്ട, ഇവിടെ ഞാൻ തീരുമാനിക്കുന്നതേ നടക്കൂ. ആരോ കാണാൻ വന്നിരിക്കുന്നു പറഞ്ഞപ്പോ സംശയിച്ചു കൂടിയില്ല. ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? വാക്ക് പാലിക്കുന്ന ആള് തന്നെ. സമ്മതിച്ചു. നന്നായി. അല്ലാതെ കാണാൻ കൊതിച്ച് ഇരിക്കപ്പുറത്തി ഇല്ലാതെ ഓടി വന്നതാണെന്ന് ഞാൻ തോന്നിയിരുന്നെങ്കിൽ എന്റെ വില പോയേനെ. പതുക്കെ. ഇത് കോളേജാ. ഇവിടെ നിന്നൊരു അധ്യാപികയ്ക്ക് ഇങ്ങനൊരു കൂടിക്കാഴ്ച പാടില്ല. എന്നൊരു കാര്യം ചെയ്യും, എന്റെ കൂടെ വാ. ഈ മതിൽക്കെട്ടിന് അപ്പുറത്ത് വിലക്കുകളൊന്നും ഇല്ലല്ലോ ഇപ്പോഴും. പിന്നല്ലാതെ ഇതേ ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ഓടി വന്നത്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രിൻസിപ്പളിനോടൊന്ന് പറഞ്ഞിട്ട് വരാം. കുറെ നാൾ കൂടിയിട്ട് ഞാൻ ഒരു കവിത എഴുതി. വിപ്ലവകാരിയുടെ കവിതയിൽ പ്രണയത്തിന്റെ പനി. ചെഗുവേര കേട്ടിട്ടില്ലേ? ബൊളീവിയൻ കാടുകളിൽ മരണത്തിന്റെ നേടി സഞ്ചരിക്കുമ്പോഴും ആ മനുഷ്യൻ പ്രണയഗീതങ്ങൾ എഴുതി. മുമ്പ് എഴുതിയതെന്ന് പറഞ്ഞ് കുറെ കവിതകൾ എന്നെ ഏൽപ്പിച്ചിരുന്നില്ലേ? അത് മിക്കതും എനിക്ക് മനപ്പാടാ. ഒരിക്കൽ ഞാനതെല്ലാം കീറിക്കളയാൻ എടുത്തതാ. പിന്നെ മടിച്ച് അവിടെ തന്നെ വെച്ചു. അന്നൊന്നും ഞാൻ ഓർത്തില്ല എനിക്ക് ഇങ്ങനൊരു ആരാധിയെ കിട്ടുന്നു. പ്രസിദ്ധീകരണത്തിന് കൊടുക്കാത്ത എന്താ? അതൊന്നും വേണ്ട, ഉമ്മ വായിച്ചല്ലോ, അത് മതി. ഒരു കവിക്ക് ഒരു ആരാധിക മാത്രം പോരാ. ഇതാ ഒരു കവിയെന്ന് ലോകം കൂടി അറിയട്ടെ. ആ, ഉമ്മ എന്താ കഴിക്കുന്നത്? ഞാനൊരു കാപ്പി കുടിച്ചോളാം. 2 കാപ്പി, ഒരെണ്ണം സ്ട്രോങ്. പവിയൊന്നും കഴിക്കുന്നില്ലേ? വേണ്ട. അതെന്താ, ഒരു മഹാരാജാവിന്റെ വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്? ഇവിടെ താൻ എന്നെ വയറ് നിറച്ച് കൂട്ടാൻ ചുരുങ്ങിയത് 200 രൂപയെങ്കിലും ചെലവാക്കേണ്ടി വരും അല്ലേ? ഒരു കാര്യം ചെയ്യും, ആ പൈസ എടുക്ക്. എടുക്ക്. ഈ പൈസ ഉണ്ടെങ്കിൽ 4 ദിവസം ഞാൻ സുഭിക്ഷമായിട്ട് കഴിയും. പിന്നെ ആരാധികയുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുകയല്ലേ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല. തന്നെ ഞാൻ വെറൊരു ആരാധികയായിട്ടല്ല കാണുന്നത്.
വാടി ഇവിടെ. നീ എന്ത് ഭാവിച്ച? അഴിച്ചുവിടണതേ വേലി ചാടിപ്പോകാൻ, അത് ഓർമ്മ വേണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഓ, ഒന്നും അറിയാത്ത പോലെ. ആരാടി ഇത്? ചോദിച്ചത് കേട്ടില്ലേ? ഇതാരാണെന്ന്? പവിത്രൻ. പവിത്രൻ? പവിത്രൻ നിന്റെ ആരാ? ദേ, എന്നെ ചീത്തയാക്കരുത്. നിന്റെ മനസ്സിൽ വേറെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കളഞ്ഞേര്. വയനാട്ടിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനാ പാർട്ടി നിയോഗം. എനിക്കാണെങ്കിൽ ഇവിടെ വിട്ട് പോകാനും മനസ്സ് വരുന്നില്ല. പാർട്ടി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജോലിയാ. സത്യത്തിൽ ഇതെനിക്കൊരു അംഗീകാരം കൂടിയാ, നേതൃത്വത്തെ വിമർശിച്ച ഒരാളെന്ന നിലയ്ക്ക്. എന്നാ പോന്നേ? രാത്രി വണ്ടിക്ക്. ഇന്ന് തന്നെ പോണോ? പോണം. ഞാൻ യാത്ര ചോദിക്കാൻ കൂടി വന്നതാ. ഇനി എന്നാ പവിയെ ഒന്ന് കാണാൻ കിട്ടുക? നനച്ചിരിക്കാത്തപ്പോൾ കടന്നു വരിക, യാത്രാമൊഴി പോലും പറയാതെ കടന്നു പോവുക, തീരെ ഇൻഫോർമലായിട്ടുള്ള ഒത്തുചേരലും വേർപിരിയലും. അതാ എൻ്റെ രീതി. ഞാൻ വരും. തൽക്കാലം വിടാം. ഇനി ഇതങ്ങനെ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ നിശ്ചയിച്ചിട്ടില്ല ഞാൻ. ഉടനെ ഒന്ന് തീരുമാനിക്കണം എനിക്ക്. അത് തന്നെയാ ഞാനും പറയുന്നേ. ഇത്തരം കാര്യങ്ങള് പിള്ളേരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ കാരണവന്മാരെന്തിനാ? ഇല്ലെങ്കിൽ ഇവൾക്കൊന്ന് ചോദിച്ചാലെന്താ മകളെ വിളിച്ച്? എന്ത് വന്നാലും എനിക്കാ കുറ്റം. ഞാൻ പറയാഞ്ഞിട്ടാണെന്നാണോ വിചാരം? എനിക്ക് അവളുടെ സൗകര്യം നോക്കിയിരുന്നാ പോരാ. അവൾക്ക് താഴെ ഒന്നില്ലേ? അതിനെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണ്ടേ എനിക്ക്? പിന്നെ അതും ഞാൻ പറഞ്ഞു അവളോട്. എന്നിട്ടോ? നിങ്ങൾ എന്നെ ഓർത്ത് വേവലാതിപ്പെടാതെ പുഷ്പയുടെ കാര്യം ആലോചിച്ചോളാൻ. വലിച്ചു കീറിക്കളയും ഞാൻ അവളെ. അവളാണോ അതൊക്കെ തീരുമാനിക്കുന്നത്? അതെവിടുത്തെ ന്യായമാ അമ്മുക്കുട്ടിയെ? പിള്ളേരാണേലും പറയുന്ന ഒരു ശേല് വേണ്ടേ? ചേച്ചിയിരിക്കും അനിയത്തിയുടെ വിവാഹം, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഇനി ഇതങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ. വരച്ച വരയിൽ നിർത്തും ഞാൻ അവളെ. ഞാനിനി ടീച്ചറെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. എന്തേ? ടീച്ചറെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. ഇതാ വരുന്നു. അല്ല, ആരാത്? തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളല്ലേ? ഞാൻ എന്തിനാ നുണ പറയുന്നേ? തീരെ പ്രതീക്ഷിച്ചില്ല. കാത്തുനിന്ന് മടുത്തു കാണുമല്ലേ? ഇല്ല, കണ്ടിട്ടേ പോകുമെന്ന് വാശിയുള്ളപ്പോൾ കാത്തുനിൽപ്പിന്റെ മുഷിച്ചിലില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഒരു വിശേഷമുണ്ട്. എൻ്റെ വിവാഹം ക്ഷണിക്കാൻ വന്നതാണ്. ഏതാ പെണ്ണ്? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്. പേര് ജയശ്രീ. തൊഴിലുകൊണ്ട് ഒരു ചെറിയ ഡോക്ടറാണ്. അടുത്ത മാസം 9-നാണ്. ക്ഷണക്കത്ത് തപാലിൽ അയക്കാതെ ഞാൻ തന്നെ കൊണ്ടുവന്നത് ഒരു പ്രത്യേക കാര്യം നേരിട്ട് പറയാൻ കൂടിയാണ്. പവിത്രനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. നേർവരയിൽ സഞ്ചരിക്കുന്ന പോരാളിയാണവൻ. അപകടങ്ങളിൽ കൂടി തന്നെയാണ് യാത്ര. ആ ഒറ്റയാൻ വിപ്ലവം എത്ര ദൂരം ചെന്നെത്തുമെന്ന് പറയാൻ വയ്യ. എന്നാൽ അതൊരു ഉട്ടോപ്യൻ ലക്ഷ്യബോധമല്ല. ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത സമ്പത്താണവൻ. കൂടെ നിൽക്കണം തുണയായി. പവിത്രന്റെ സ്വപ്നങ്ങളിൽ ഉമയുണ്ട്. പോട്ടെ. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥലമാറ്റം ഉണ്ടാവാൻ എന്താ കാരണം?
അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. മാനേജ്മെന്റിന് ഇഷ്ടം പോലെ ചെയ്യാം. അച്ഛൻ ആരെങ്കിലും കണ്ട് പറഞ്ഞാ ഈ സ്ഥലമാറ്റം ഒഴിവാക്കാൻ പറ്റുമോ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാ നല്ലതെന്ന് ഞാനും വിചാരിച്ചു. നിന്റെ വർത്തമാനം കേട്ടാ ഈ സ്ഥലമാറ്റം ചോദിച്ചു വാങ്ങിയ പോലെ ഉണ്ടല്ലോ. ഈ അമ്മയ്ക്ക് എന്താ? ഞാൻ അത്ര ദൂരേക്കൊന്നുമല്ലല്ലോ പോണത്. അതെ, അതാ എന്റെ സംശയം. പോയി വരാനുള്ള ദൂരല്ലേ ഉള്ളൂ. എന്നിട്ട് നീ അവിടെ ഹോസ്റ്റലില്? പിന്നെ എന്നും ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അച്ഛൻ എപ്പോ വരും അമ്മേ? ആ, എനിക്കെങ്ങനെ അറിയാം എവിടെയാ പോണത്, എപ്പോഴാ വരണത്? അതങ്ങനെ പറഞ്ഞിട്ട് പോണ സ്വഭാവം ഇല്ലല്ലോ നിന്റെ അച്ഛന്. അപ്പോ അച്ഛനെ അമ്മയും ധിക്കരിക്കാനാണോ ഉമ്മയുടെ തീരുമാനം? ധിക്കരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് സ്വന്തമായ ആഗ്രഹങ്ങൾ പാടില്ല എന്നുണ്ടോ? സ്വന്തമായ ആഗ്രഹം എന്ന് പറയുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് മനസ്സിലെന്താണെന്ന് പറ. സംഗതി അറിഞ്ഞാലല്ലേ ഒരു വഴി കണ്ടുപിടിക്കാൻ നോക്കൂ. ഊമി എന്തോ ഒളിക്കുന്നുണ്ടെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. പറ, ആരാ കക്ഷി? പവിത്ര, കവി, റെവല്യൂഷണറി, ഫിലോസഫർ. നേരെ അർദ്ധരാത്രി കഴിഞ്ഞു. കളിയും ചിരിയൊക്കെ ഒന്നും മതിയാക്കൂ. മറ്റുള്ളവർക്ക് കിടന്നുറങ്ങണം. അവരൊരു വല്ലാത്ത സൃഷ്ടിയാ. ഇനി അവരെ ചൊടിപ്പിക്കണ്ട. വാ, നമുക്ക് കിടക്കാം. ഹലോ. ഉമ്മ ടീച്ചറല്ലേ? അതെ. ഞാൻ പവിത്രന്റെ സുഹൃത്താ. പവി പറഞ്ഞിട്ട് വിളിക്കാം. കഴിഞ്ഞ ആഴ്ച പവിക്കൊരു ആക്സിഡന്റ് പറ്റി. പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ വീട്ടിലുണ്ട്. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പവി, എന്താ സംഭവിച്ചേ? കൽപ്പറ്റക്കടുത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരികയായിരുന്നു ഞാൻ, ഒരു കൂട്ടുകാരൻ്റെ ബൈക്കിൽ. ഞങ്ങളെ പിന്തുടർന്നൊരു ജീപ്പ് ഉണ്ടായിരുന്നു. തൊട്ടടുത്തെത്തിയ ജീപ്പ് ഞങ്ങളെ ശക്തിയായി ഇടിച്ച് തെറിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞു. ബോധം തെളിയുമ്പോൾ ഹോസ്പിറ്റലിൽ ശരീരാസകലം കെട്ടുകളും മുറികളും ഒക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഈ പാർട്ടിയും പാർട്ടിക്കുള്ളിലെ യുദ്ധമൊക്കെ വേണ്ടെന്ന് വെച്ച് സ്വന്തം കാര്യം നോക്കി ജീവിച്ചൂടെ? മനുഷ്യ സ്നേഹത്തിൽ നിന്നാ ഒരു വിപ്ലവകാരി ജനിക്കുന്നത്. അയാൾക്ക് രാജിയും പിന്തിരിയിലുമില്ല. നിന്ദിതനും പീഡിതനുമായി ഒരാളെങ്കിലും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നിടത്തോളം വിപ്ലവകാരിക്ക് പണിയുണ്ട്. ഇത്രയും നാൾ വർഗശത്രുക്കളോടും വർഗീയ ശക്തികളോടും മതിയായിരുന്നു യുദ്ധം. ഇനി അത് മറ്റൊരു കൂട്ടരോടും കൂടി വേണ്ടിവരും, ജനവഞ്ചകരായ നേതാക്കന്മാരോട്. അതെന്താ അങ്ങനെ? പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്നും ഇങ്ങനെ ഒരു സമ്പന്നവർഗം ഉയർന്നു വരുമെന്ന് ആരറിഞ്ഞു? മതി മതി, ഞാൻ ഇതൊന്നും കേൾക്കാനല്ല വന്നത്. ഏതു നേരം ഒരു പാർട്ടിയും വിപ്ലവവും. അന്ന് വാടക വീട്ടിൽ പുതിയൊരു താമസക്കാരൻ വന്നിട്ടുണ്ടെന്ന് ബാഹുലയം പറഞ്ഞപ്പോ ഏതോ ഒരാളാണെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ആദ്യം കണ്ടപ്പോ എനിക്കെന്താ തോന്നിയെന്നറിയോ? തലയിൽ എടുത്താ പൊങ്ങാത്ത ഗർവം കൊണ്ട് നടക്കുന്ന ഒരാളെന്ന്. അത് കഴിഞ്ഞോ? പിന്നെ ലക്ഷണമൊത്തൊരു യോഗ്യൻ. ആരോടും മിണ്ടില്ല, പെമ്പിള്ളേരുടെ നേരെ നോക്കില്ല, മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് ഒരു ബുദ്ധിജീവിയായിട്ട്. അങ്ങനെ ഒരാളെ സഹിക്കാൻ എനിക്ക് പ്രയാസ. ആവശ്യത്തിൽ കൂടുതൽ സ്വയം വില കൽപ്പിക്കുന്ന ഒരാളെ ആർക്കാ സഹിക്കാൻ കഴിയാ? പ്രയാസം. എന്നിട്ടും ഞാൻ എന്താ
എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. ജീപ്പ് ആ തണലത്തോട്ടിട. എന്താ? അല്ല ഞാൻ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു. എന്താ കേസ്? രഹസ്യമാ. വളച്ചു കിട്ടാതെ കാര്യം പറ. ഉമ എന്താ വിവാഹം വേണ്ടാന്ന് പറഞ്ഞെന്നറിയാമോ? അവൾക്ക് വേറൊരാളോട് അടുപ്പമുണ്ട്. ആര് പറഞ്ഞു? അത് പറയാം. ആരാ കക്ഷി എന്നറിയണ്ടേ? അതല്ലേ ചോദിച്ചത്. പണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്ന ചെറുപ്പക്കാരില്ലേ, അതിലൊരുത്തൻ. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ കുഴപ്പക്കാരനാ. വാളും തോക്കും ഒക്കെ ഉള്ള രാഷ്ട്രീയം. അവരിൽപ്പെട്ട ഒരുത്തൻ തന്നെയാ എന്നോട് പറഞ്ഞത്. വെറുതെ പറഞ്ഞാ പോരാ, തെളിവ് വേണം. അറക്കും മുമ്പേ പിടയ്ക്കാതെ. തെളിവുണ്ട്. തെളിവില്ല ഞാൻ പറയുമോ? ഇങ്ങോട്ട് വന്നേ. ഇൻകുലാബ് ഉണ്ടാക്കാൻ നടക്കുന്ന ഒരുത്തനെ ഇൻസ്പെക്ടറുടെ മകള് സ്നേഹിക്കുക. പഠിത്തം കൂടി പോയതിന്റെ കുഴപ്പമാ. ദേ ഒരു കാര്യം, ഇത് പുറത്താരും അറിയരുത്. എന്താ അമ്മേ? അമ്മയ്ക്ക് എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. അമ്മയ്ക്ക് സുഖമില്ലെന്ന് അച്ഛൻ ഫോൺ ചെയ്തിട്ടല്ലേ ഞാൻ ഓടി വന്നത്. എന്താ കാര്യം? നിന്റെ അച്ഛൻ ഇവിടെ കിടന്ന് കലി തുള്ളുകയായിരുന്നു. എന്തിന്? എന്തിനെന്നോ? ഒന്നും അറിയാത്ത പോലെ. അമ്മ കാര്യം എന്താണെന്ന് പറ. നീ പവിത്രനെ കാണാൻ പോയിരുന്നോ? ഓ, അതാണോ കാര്യം? പവിത്രനൊരു ആക്സിഡന്റ് പറ്റി, അതുകൊണ്ടൊന്ന് കാണാൻ പോയി. അതിന് പവിത്രനൊരു ആക്സിഡന്റ് പറ്റി, അതുകൊണ്ട് കാണാൻ പോയി. പവിത്ര നിന്റെ ആരാടി? പവിത്രൻ എന്റെ... നിന്റെ പവിത്ര നിന്റെ ആരാണെന്ന് പറയടി. പവിത്രൻ എന്റെയാണ്, എന്റെ. ചേച്ചിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അയാളെ. എങ്കിൽ ചേച്ചി അയാളെ സ്നേഹിച്ചു. മറ്റുള്ളവരുടെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും ചേച്ചി നോക്കണ്ട, ഞാനുണ്ട് കൂടെ. ഓഹോ, അപ്പൊ അച്ഛനോടും അമ്മയോടും പിണങ്ങിയാണ് മോളുടെ വരവ്. എനിക്കിതാ മനസ്സിലാവാത്തെ. ഒന്ന് തീരുമാനിച്ച പിന്നെ അതിനെ വിചാരിച്ച് വിഷമിക്കുന്ന എന്തിനാ? ഒക്കെ നേരെയാവും, നീ സമാധാനായിട്ടിരിക്കേ. ഇനിയെങ്കിലും പറ, എന്തിനാ എന്നോട് ഇത്രയും തിടുക്കപ്പെട്ട് വരാൻ പറഞ്ഞത്? ഞാൻ പവിയെ കാണാൻ വന്നതും പവി എന്നെ അന്വേഷിച്ചു വന്നതും എല്ലാം വീട്ടിലറിഞ്ഞു. അച്ഛനെ പവിക്കറിയാലോ, പൂട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇനി ഏതോ ഒരു വഴിയെ നമ്മൾ ഒന്നിച്ചു പോകുന്ന കാഴ്ചയാ എൻ്റെ കണ്ണില്. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊന്നും സങ്കല്പിച്ചിരുന്നില്ല. എന്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോ എന്റെ സങ്കല്പങ്ങളിൽ പുതിയ സ്വപ്നങ്ങൾ ഉയരിടുന്നു. അതെങ്ങനെയൊക്കെയോ ഉമയുമായി ബന്ധപ്പെട്ടു വരുന്നു. ഇത് മതി എനിക്ക്. ഇതിൽ കവിഞ്ഞ ഒരു വാഗ്ദാനവും എനിക്ക് വേണ്ട. എങ്ങനെയെങ്കിലും എന്റെ പൊളിറ്റിക്കൽ കെയർ നശിപ്പിച്ച് അടങ്ങുന്നുള്ള വാശിയിലാണവൻ. എനിക്കെതിരായുള്ള പരസ്യ പ്രസ്താവനകളും ഗ്രൂപ്പ് ചേരലും എന്തിന്? നമ്മുടെ എതിർ കക്ഷിക്കാർ പോലും ഇവന്റെ ആരോപണങ്ങൾ എടുത്തു കാണിച്ചാണ് എനിക്കെതിരെ ആഞ്ഞടിക്കുന്നത്.
സത്യം പറഞ്ഞാൽ പാർട്ടിക്കകത്തും പുറത്തും നിക്കക്കള്ളില്ലാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ് എന്നെ. 3 ദിവസം മാത്രമേ അവൻ ആ വാടക വീട്ടിൽ താമസിച്ചുള്ളൂ. അതിനിടയ്ക്ക് എന്റെ മകളെ കറക്കിയെടുത്തില്ലേ അവൻ റാസ്കൽ. അണികളെ മുഴുവൻ അവൻ കറക്കിയെടുത്തോണ്ടിരിക്കുകയല്ലേ. പിന്നെയാണ് തൻ്റെ മോള്. കുറ്റിയാടി അഴിമതി കേസ് ജനങ്ങളും മറന്ന് പാർട്ടിക്കുള്ളിൽ എനിക്കൊരു ക്ലീൻ ഇമേജ് ഉണ്ടായപ്പോഴാ അവൻ്റെ അമ്മയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. തനിക്കറിയോടോ, പേരാമ്പ്ര എക്സിക്യൂട്ടീവ് കൗൺസിൽ വെച്ച് ഞാനെടുത്ത നിലപാടിനെ എങ്ങനെയും അധികാരത്തിൽ കടന്നുകൂടാനുള്ള കുറുക്കുവടിയാണെന്നും അത് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റൊന്നും വാദിച്ച് അണികളുടെ കയ്യടി വാങ്ങിയില്ലവൻ. അവനെ ഞാൻ പാർട്ടിയെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയില്ലേ കുറുപ്പേതാൻ. എനിക്കെന്റെ സമ്പാദ്യമല്ല, എന്റെ മോളാ. പെൺപിള്ളേരെ അധികം പഠിപ്പിക്കരുതെന്ന് പറയണത് നേരാ. അവന്റെ പറട്ട കവിതകളും ബുദ്ധിജീവി ജാടയുമാണ് അവളെ വശീകരിച്ചത്. ഇനി പിന്തിരിപ്പിക്കാൻ പ്രയാസ. എങ്കിലും വിട്ടുകൊടുക്കില്ല ഞാൻ അവളെ. എന്റെയും തൻ്റെയും കണ്ണിലെ കരട് ഒന്ന് തന്നെയാ. തിരുമരുത്, കണ്ണ് പോറാതെ എടുക്കണം. എങ്ങനെ? രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളെ വിജയിക്കൂ. അങ്ങനെ പല തന്ത്രങ്ങളും പയറ്റിയിട്ട കണ്ണേത്ത് പുരുഷോത്തമ കുറുപ്പെന്ന ഈ KP കുറുപ്പ് ഇവിടം വരെ എത്തിയത്. ഇവനെ ഒതുക്കാനുള്ള തന്ത്രങ്ങളും ഈ തലക്കകത്തുണ്ടോ. താൻ എൻ്റെ കൂടെ നിന്നെന്നാൽ മതി. കൊള്ളാം, നല്ലയാള്. എന്നോടും കൂടി പറയാതല്ലേ കടന്നു കളഞ്ഞത്. ഒരു രഹസ്യം എന്ന് വെച്ചാൽ രഹസ്യം തന്നെയല്ലേ. ശാന്തകുമാരിയോട് എന്താ പറഞ്ഞത്? അമ്പലത്തിൽ പോണോന്നോ വഴിപാട് കഴിക്കണമെന്നോ? ഏതമ്പലം? എന്ത് വഴിപാട്? ഏതമ്പലം എന്ന് ചോദിച്ചാ ഏതോ ഒരമ്പലം. എന്ത് വഴിപാടെന്ന് ചോദിച്ചാ എന്നോളം നീളത്തിൽ ഒരു പൊന്നുന്നൂല്. പോടി കള്ളി അവിടുന്ന്. എന്തത്ര ചിരിക്കാൻ? ഏയ്, ഒരു തമാശ. തമാശ എന്ന് വെച്ചാ പിന്നെ ചിരിക്കാതിരിക്കാൻ ഒക്കുവോ? ആഹാ, ഇത് സിനിമാ തിയേറ്ററല്ല തമാശ കടി ചിരിക്കാൻ. ലേഡീസ് ഹോസ്റ്റലാ. ഇവിടെ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. ഓ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനിവിടെ വാടനായിരിക്കുന്നിടത്തോളം കാലം ചിരിക്കരുതെന്ന് അല്ലേ? വല്ലയിടത്തും പോയി കമഴ്ന്ന് കിടന്നുറങ്ങ. ചട്ടം പഠിപ്പിക്കാൻ നടക്കുന്നു. ഞങ്ങൾ നഴ്സറി പഠിക്കുന്ന കുട്ടികളൊന്നുമല്ല. അവസാന വിനാഴികളിൽ എന്താണ് സംഭവിക്കുന്നത്? ആകാശത്തിൽ നക്ഷത്രങ്ങൾ ചിതറിപ്പോകുന്നു, മേഘങ്ങൾക്ക് തീപിടിക്കുന്നു, ഒരു കൊലക്കത്തി സൂര്യനെ രണ്ടായി പിളർക്കുന്നു, ആകാശവും ഭൂമിയും നിറയെ രക്തപ്രളയം. എത്രാമത്തെ ദൂതന്റെ കാഹളമാണ് കേൾക്കുന്നത്? എന്റെ അച്ഛനമ്മമാരെവിടെ? എന്റെ സഹോദരി സഹോദരന്മാരെവിടെ? ആരാണ് എന്റെ വീടിടിച്ച് തകർത്തത്? ഉമേ, എന്താ? എന്തു പറ്റി? ഉമേ, ഉമേ,
ഇരവിനു പകൽ സ്നേഹമേകിയ ഇരവിനു പകൽ സ്നേഹമേകിയ ഹൃദയ കുങ്കുമം തൂവിപ്പോയി സന്ധ്യ ഒന്നു തൊട്ടു തൊട്ടില്ലെന്ന മാത്രയിൽ മാഞ്ഞു പകൽ രാത്രിയേകയായി പോകയാമിനി ഒന്നിച്ചു നാമിനി ഏകതാരയെ മാറോടണച്ചവർ ഇല്ലൊരു മലർച്ചില്ല ചേക്കേറുവാൻ മുന്തിരിത്തോപ്പുര പാർക്കുവാൻ കാത്തിരിക്കാനും ഇല്ലില്ല സ്നേഹബാഷ്പമുറും ഇരു നീ